കഥ ഇതാണ്. ഒരു സന്ധ്യയിൽ പകലിങ്ങനെ വിട പറയുകയും രാത്രി വന്നെത്താൻ മടിക്കുകയും ചെയ്യുന്ന ഒരു സായം സന്ധ്യയിൽ മുല്ല നസ്രുദ്ദീൻ എന്ന മിസ്റ്റിക്കായ ഗുരു ഒരു പഴയ വഴിവിളക്കിന്റെ ചുവട്ടിൽ എന്തോ ഇങ്ങനെ അന്വേഷിക്കുന്നത്, തിരയുന്നത് അതിലൂടെ കടന്നുപോയ കുറെ പേർ ശ്രദ്ധയിൽപ്പെട്ടു. സ്വാഭാവികമായും ഈ മുല്ല നസ്രുദ്ദീൻ ഇവർക്ക് പരിചിതനായിരുന്നതുകൊണ്ട് അവരിൽ ചിലർ ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഗുരു, താങ്കൾ എന്താണ് ഈ സന്ധ്യയിൽ വഴിവിളക്കിന് ചുവട്ടിൽ ഇങ്ങനെ തിരയുന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ വീടിന്റെ താക്കോൽ കളഞ്ഞുപോയി. അവരും വീടിന്റെ താക്കോൽ തിരിച്ചു കിട്ടാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ കൂടെ അന്വേഷണം ആരംഭിച്ചു. കുറേ നേരം തിരഞ്ഞിട്ടും താക്കോൽ കിട്ടിയില്ല. അപ്പൊ സ്വാഭാവികമായും അന്വേഷണത്തിൽ പങ്കാളിയായ ഒരാൾ ചോദിച്ചു, അല്ല, ഇവിടെ തന്നെയാണോ താങ്കളുടെ ഭവനത്തിന്റെ കീ, താക്കോൽ കളഞ്ഞുപോയത്? അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, എൻ്റെ ഭവനത്തിന്റെ താക്കോൽ നഷ്ടപ്പെട്ടത് തട്ടിൻപുറത്താണ്. അപ്പൊ അയാൾ പറഞ്ഞു, അല്ല, താങ്കളുടെ വീടിന്റെ തട്ടിൻപുറത്ത് നഷ്ടമായ താക്കോൽ താങ്കൾ ഈ വഴിവിളക്കിന്റെ ചുവട്ടിൽ അന്വേഷിച്ചാൽ എങ്ങനെയാണ് ലഭിക്കുക? ചിരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, എൻ്റെ വീടിന്റെ തട്ടിൻപുറത്ത് വെളിച്ചമില്ല, അതുകൊണ്ട് വെളിച്ചമുള്ളിടത്ത് ഞാനിത് അന്വേഷിക്കുകയാണ്. നമുക്ക് തോന്നുന്നു ഇയാൾക്ക് എന്തോ നൊസുണ്ടെന്ന്. ആർക്കാ? ഈ ഗുരുവിൻ. എല്ലാ ഗുരുക്കന്മാരും ഇങ്ങനെയാണ്. ചില ചെറിയ കഥകളിലൂടെ വലിയ ചിന്തകൾ കേൾവിക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ സന്നിവേശിപ്പിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ, നമ്മുടെയൊക്കെ വീടിൻ്റെ താക്കോലുകൾ സന്തോഷത്തിൻ്റെ, നന്മയുടെ, ധാർമ്മികതയുടെ, സ്നേഹത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ ഒക്കെ നല്ല താക്കോൽ കൂട്ടങ്ങൾ എവിടെയൊക്കെയോ വെച്ച് ജീവിതയാത്രയുടെ തിരക്കിൽ തിക്കിൽപ്പെട്ട് നഷ്ടമായി. ചിലപ്പോഴെങ്കിലും ചിലയിടത്തെങ്കിലും നഷ്ടമായ സ്ഥലത്ത് അന്വേഷിക്കാതെ പോകുന്നത് ഒരു ഗതികേടാണ്. നിങ്ങൾക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ 12 വയസ്സുള്ള ക്രിസ്തു എന്ന കൗമാരക്കാരനായ മകനെ മറിയയ്ക്കും ജോസഫിനും നഷ്ടമാകുന്നുണ്ട്. എവിടെ വെച്ചാ? പള്ളിയിലാണ്. ആ നഷ്ടമായ മകനെ തിരിച്ചു പിടിക്കുന്നത് എവിടെ വെച്ചാ? പള്ളിയിൽ വെച്ചാ. നഷ്ടമായത് നഷ്ടമായിടത്ത് അന്വേഷിക്കണ്ടേ? നോമ്പിന്റെ വിചാരം അതാണെന്ന് എൻ്റെ വിചാരം. 2024 ഭാഷയിലേക്ക് നാം ഈ നോമ്പിനെ വ്യാഖ്യാനിക്കണം, കൊണ്ടുവരണം എന്നാണ് എൻ്റെ എളിയ വിചാരം. ഏകദേശം 2000-ഓളം വർഷം പഴക്കമുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്ന് 2024 വലിയ നോമ്പിന്റെ ഒരു സന്ധിയിൽ ചില ചിന്തകൾ പങ്കുവെക്കുമ്പോൾ ഈ ചിന്തകളുടെ വർത്തമാനകാല പ്രസക്തി എന്താണ്? പുതിയ ലോകത്തിൽ ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളോട്, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളോട്, ആകാംക്ഷകളോട്, പ്രതിസന്ധികളോട്, സ്വപ്നങ്ങളോട് സംസാരിക്കുവാൻ ഈ ഗ്രന്ഥത്തിനാകുമോ? അതിൻ്റെ കൂടെ ചേർത്ത് വെക്കണം ഏകദേശം ഒരു 2 നൂറ്റാണ്ട് പഴക്കമുണ്ട് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക്. നോമ്പൊക്കെ അതിൽ പെടും. അങ്ങനെ ഈ നോമ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ ഗ്രന്ഥത്തിൽ നിന്ന് ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് പുതിയ കാലത്തിന്റെ ഭാഷയിലാണെന്ന് എൻ്റെ വിചാരം. അതുകൊണ്ട് നോമ്പിനെ കുറിച്ച് ഞാനൊരു ചെറിയ നിർവചനം പറയാം. എന്താണ് നോമ്പ്? നമ്മളെല്ലാ ആൾക്കാരും, എനിക്ക് തോന്നുന്നു, എല്ലാ ദിവസവും നിരന്തരം സ്ഥിരമായി കുറ്റപ്പെടുത്തുന്ന ഒന്നുണ്ട്. എന്തിനെ കുറിച്ചാ? ചൂടിനെ കുറിച്ചില്ലയോ? എന്തൊരു ഉഷ്ണം! നമ്മളിപ്പോൾ ഒരു ഇല പൊഴിയുന്ന ശിശിരകാലത്തിലൂടെ സഞ്ചരിക്കുകയാണ്. എൻ്റെ വിചാരം നോമ്പ് ഒരു ഇല പൊഴിക്കലിൻ്റെ ശിശിരകാലമാണ്. ലെൻഡ് ഈസ് എ ജേർണി ത്രൂ വിന്റർ സീസൺ എന്ന് പറയാം. എന്താ അതിൻ്റെ കാരണം? നോമ്പ് ചില പച്ചപ്പുകൾ, ചില വല്ലാതെയുള്ള വളർച്ചകൾ ഒക്കെ വേണ്ടാന്ന് വെച്ച് കൊഴിഞ്ഞു വീഴുകയാണ്. അത് കഴിഞ്ഞ് ഈസ്റ്റർ എന്ന് പറയുന്ന ഉയർപ്പ് പെരുന്നാളിന് എറ്റിമോളജിയിൽ ഒരു വാക്കുണ്ട്, വസന്തമാണ്. ഇല പൊഴിയുന്നത് പുതിയ കായ്കളും ഫലങ്ങളും ഇലകളും വീണ്ടും വരാനും. ഇല പൊഴിക്കുന്ന നോമ്പിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായി ഞാനും നിങ്ങളും ഈസ്റ്ററിൽ മാറുക എന്ന് പറയുന്നൊരു വലിയ ദൗത്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പൊ ലെൻറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു റെസ്റ്റ് അണ്ടർ എ ട്രീ ഓഫ് എൻലൈറ്റ്മെന്റ് എന്ന് പറയാം.
നോമ്പൊരു ക്ഷണമാണ്. എന്തിനൊരു ക്ഷണമാണ്? മകനെ മകളെ അല്പം നീ വിശ്രമിക്കുക. കൊടിയ വേനലിൽ ഇങ്ങനെ നടന്നു പോകുന്ന യാത്രികർ ചില വൃക്ഷത്തണലുകളുടെ പച്ചപ്പിൽ ഇങ്ങനെ വിശ്രമിക്കുന്നത് പോലെ ഈ കൊടിയ വേനലിലൂടെ സഞ്ചരിക്കുന്ന നമ്മളോട് ദൈവം പറയും, മകനെ മകളെ, നിന്റെ ജീവിതത്തിൽ നിന്റെ തിരക്കിൽ നിന്ന് അല്പം മാറി വിശ്രമിക്കുക. എന്താ വിശ്രമിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ഞാൻ ആരോടാ ഈശ്വരയെ ചോദിക്കുന്നു? വിശുദ്ധ ഗ്രന്ഥം പറയും, ദൈവം 6 ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം 7-ാം ദിവസം നിവർത്തനായിരുന്നു, വിശ്രമിച്ചു എന്നൊക്കെ പറയും. വെറുതെ ഇരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ 6 ദിവസത്തെ അനസ്യൂതമായ സൃഷ്ടിക്ക് ശേഷം ദൈവം താൻ സൃഷ്ടിച്ച സകലത്തിലേക്കും സർവത്തിലേക്കും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ഒരു ചിത്രകാരൻ താൻ വരച്ച ചിത്രം നന്നായോ എന്നൊരു 6 അടി മാറി നിന്ന് തിരിഞ്ഞു നോക്കുന്നത് പോലെ, ഒരു കവിത എഴുതിയാൽ താൻ എഴുതിയ കവിത ഒരിക്കൽ കൂടി വായിക്കുന്നത് പോലെ സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടിയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അതുവരെ എല്ലാം നല്ലത് നല്ലത് എന്ന് കണ്ട ദൈവം ഒന്ന് നല്ലതല്ല എന്ന് കണ്ടു. എന്താ അത്? ആദം ഏകനായിരിക്കുന്നത് നന്നല്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സൃഷ്ടിയുടെ തിരക്കിൽ ഒരു പക്ഷേ സാക്ഷാൽ ദൈവത്തിന് പോലും തൻ്റെ സൃഷ്ടിയുടെ കണ്ണിലെ സങ്കടം ഒരു വേള കാണാൻ പറ്റിയില്ല. അതിൽ നിന്ന് അല്പം മാറി നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആദമിൻ്റെ കണ്ണിലെ ഏകാന്തത, ഒറ്റപ്പെടൽ സാക്ഷാൽ സൃഷ്ടാവിന് മനസ്സിലായതെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ആധുനിക മനുഷ്യന്റെ ജീവിതത്തിൻ്റെ തിരക്കിൽ ഏറ്റവും അടുത്തവരുടെ കണ്ണിലെ കണ്ണുനീര് കാണാൻ പറ്റാതെ പോകുന്നു എങ്കിൽ മകനെ മകളെ തിരക്കിൽ നിന്ന് അല്പം മാറി നിന്ന് തിരിഞ്ഞു നോക്കുക എന്നാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് നോമ്പിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം 3 തരത്തിലുള്ള ബന്ധങ്ങളാണ് ഉള്ളത്. സൈക്കോളജി ഇങ്ങനെ പറയും. ഒന്ന്, ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയും, ഞാനും തമ്മിലുള്ള ബന്ധം. 2, ഞാനും അപരനുമായുള്ള ബന്ധം, ഇന്റർപേഴ്സണൽ റിലേഷനാണ്. 3, ഈ പ്രപഞ്ചത്തോട്, ഈ അണ്ടകടഹത്തോട്, ഈശ്വരനോട് ഒക്കെയുള്ള ഈ സൃഷ്ടാവിനോടുള്ള ബന്ധം. ഈ 3 ബന്ധങ്ങളും സത്യത്തിൽ ഒരു ബന്ധം തന്നെയാണ്. അതിന്റെ ഫിലോസഫിക്കൽ തോട്ടാണ്. അത്രയ്ക്കൊന്നും ഫിലോസഫി വേണ്ട, ഉറങ്ങിപ്പോകും. നമുക്ക് ഇങ്ങനെ വരാം. വിശുദ്ധ നോമ്പ് നിരന്തരമായി നമ്മോട് പറയുന്നു, മനുഷ്യ, മകനെ മകളെ, നിന്റെ ജീവിതയാത്രയിൽ, നിന്റെ ബന്ധങ്ങളിൽ എന്തെങ്കിലും ശൈഥല്യമുണ്ടായെങ്കിൽ, എന്തെങ്കിലും തകർച്ചയുണ്ടായെങ്കിൽ, എന്തെങ്കിലും വിധത്തിൽ അറിയാതെ അകന്നു പോയെങ്കിൽ അത് അടുപ്പിക്കുവാനുള്ള അതിസുന്ദരമായ നിർദ്ദേശങ്ങൾ ഈ നോമ്പിൻ്റെ എല്ലാ വായന ഭാഗങ്ങളിലും ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ വലിയ നോമ്പിൻ്റെ ആദ്യ ആഴ്ചയിൽ വായിക്കുന്ന വേദ വായന ഭാഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഞാനിവിടെ നിന്ന് ക്ഷണിക്കുക എന്നല്ലാണ്ട് ക്ഷണം സ്വീകരിച്ച ഒരു മട്ടും ഭാവവും കല്ലൂപ്പാറക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് കാണാനേ പറ്റണില്ല. ആദ്യ ആഴ്ചയിൽ ക്രിസ്തു ചെയ്ത ആദ്യ അടയാളം, അത്ഭുതം എന്നല്ല പറയേണ്ടത്, അടയാളം എന്നാണ്. എല്ലാം സയൻസ് ആണ്, നോട്ട് മിയർ മിറക്കിൾസ്. വെറും അത്ഭുതമല്ല. അതൊക്കെ നമ്മുടെ ഒരു കുറച്ചുകൂടി കൃത്യമായ ആഴമുള്ള അടിസ്ഥാനമുള്ളൊരു തിയോളജിയുടെ ബേസാണ്. 2000 വർഷങ്ങൾക്കപ്പുറത്ത് ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് വന്ന പുത്രൻ, ഈ ക്രിസ്തു തൻ്റെ ആദ്യ അടയാളം ചെയ്തത് ഒരു വിവാഹ വീട്ടിലാണ്. 2, ആ വിവാഹ വീട്ടിൽ ചെന്ന ക്രിസ്തു ചെയ്തത് ഒരു വസ്തുവിനെ മാറ്റുകയായിരുന്നു. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ. എൻ്റെ ഒരു സംശയമാണ് ഞാൻ ഈ പറയും. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒക്കെ തമ്പുരാൻ സത്യത്തിൽ തൻ്റെ ആദ്യ അടയാളം നിർവഹിക്കാൻ പോകേണ്ടിയിരുന്നത് ഒരു കല്യാണ വീട്ടിലേക്കാണോ? എന്തെങ്കിലും ഉത്തരം പറ. ആണോ? ഒരു സങ്കടപ്പെടുന്ന, രോഗിയായിരിക്കുന്ന, പ്രശ്നമുള്ള ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയി ആശ്വസിപ്പിക്കേണ്ടതിന് പകരം എന്തിനാ തമ്പുരാൻ കല്യാണ വീട്ടിൽ പോയത്? ഇതുവരെ ചിന്തിച്ചില്ലേ? ഇനി ചിന്തിച്ചോ. ഇപ്പൊ ചിന്തയ്ക്ക് മാത്രമാണ് ടാക്സ് ഏർപ്പെടുത്താത്തുള്ളത്. അത് ടാക്സ് വരുന്നതിന് മുമ്പ് ചിന്തിച്ചാൽ നല്ലതാണ്. ഞാൻ എൻ്റെ എളിയ വിചാരം ഇങ്ങനെ പറയാം. എല്ലാ ബന്ധങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ദിനമാണെന്ത്? കല്യാണം കഴിച്ച ആൾക്കാർ കൂട്ടത്തിൽ ഇല്ലേ? അതുകൊണ്ട് ഞാൻ എപ്പോഴും അടുപ്പമുള്ള സന്യസ്തരായ പുരോഹിതന്മാരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ 1-ാം സ്ഥാനം വിശുദ്ധ കുർബാനയ്ക്ക് കൊടുത്തോ? 2-ാം സ്ഥാനമെങ്കിലും എന്തിനു കൊടുക്കണം? വിവാഹത്തിന് കൊടുക്കണം. എന്താ കാരണം? വിവാഹം എന്ന് പറയുന്ന കൂദാശ നടന്നില്ലെങ്കിൽ മറ്റൊരു കൂദാശയ്ക്കും ആളെ കിട്ടൂല.
ശരിയല്ല ഞാനീ പറയണേ? നമ്മൾ വലിയ സോഷ്യൽ സർവീസാണ് ചെയ്യുന്നത്. വിവാഹം കഴിച്ചവരൊക്കെ എന്താ, ബാക്കിയുള്ള എല്ലാ കൂതാശയ്ക്ക് ആളെ സപ്ലൈ ചെയ്യാം. പിടികിട്ടിയില്ലേ? ആർക്കറിയാം? നമുക്ക് വിവാഹിതർക്ക് ആശ്വസിക്കുവാനുള്ള അപൂർവ സന്ദർഭങ്ങളൊന്നും ഇതാ, ഇങ്ങനൊരു സോഷ്യൽ സർവീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സകലമാന ബന്ധങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു ദിനത്തിൽ ക്രിസ്തു തന്റെ ആദ്യ അടയാള നിർവഹണത്തിനായി തെരഞ്ഞെടുത്തു. 2, അവിടെ ചെയ്തത് ഒരു വ്യക്തിക്ക് മാറ്റം വരുത്തലല്ല, ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തലല്ല, ഒരു വസ്തുവിന് മാറ്റം വരുത്തല. വാട്ടർ ടേൺസ് ടു വൈൻ. വെള്ളമെന്ന് പറയുന്ന ഒരു വസ്തുവിനെ വീഞ്ഞാക്കി മാറ്റി. എന്താ അതിന്റെ കാരണം? എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ ആഴം? എന്താ വീഞ്ഞും വെള്ളം തമ്മിലുള്ള വ്യത്യാസം? ചോദിച്ച ഒരുപാട് നിങ്ങൾ പറയാൻ സാധ്യത ഉത്തരവും എനിക്കറിയാം. മണവും ഗുണവും നിറവും ഒക്കെയാണ് നിങ്ങൾ പറയുക. അത് കേട്ട് തന്നെ ഇതിൻ്റെ മണവും ഗുണവും ഒക്കെ പോയതാണ്. ഞാൻ 3 വ്യത്യാസങ്ങൾ പറയാം. നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ വ്യത്യാസം കെമിസ്ട്രിയാണ്. എല്ലാ ബന്ധങ്ങൾക്കും ആരംഭം കുറിക്കുന്ന വിവാഹത്തിന്റെ അന്ന് ക്രിസ്തു ചെയ്തത് ഒരു വെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ, അതിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി, സാന്ദ്രത കുറവാണ്. എന്തിന്? ഇനി സാന്ദ്രത എന്ന് കേട്ടിട്ട് ഇനി ആൾക്കാർ ഞെട്ടിപ്പോണ്ട, കനം കുറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. അതാ ലളിത ഭാഷ. കല്യാണത്തിന്റെ അന്ന് ക്രിസ്തു ചെയ്തത് ഒരു വസ്തുവിന്റെ കനം കുറച്ചു. അച്ഛൻ ആശ്വാസം. അച്ഛൻ പറഞ്ഞു 2 അവസാന ടൈമായി, 2-3 മാസം കഴിഞ്ഞാൽ പോകാൻ. അതിനുള്ള ധൈര്യം. എത്ര അനുസരണമുള്ള ആടുകളുടെ ഇടയനായിരിക്കുന്ന എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. രണ്ടാമത്തെ വ്യത്യാസം, വീഞ്ഞിനൊരു മെഡിസിനൽ വാല്യൂ ഉണ്ട്, ഔഷധ മൂല്യമുണ്ട്, മുറിവുണക്കാനുള്ള കഴിവുണ്ട് വീഞ്ഞിന്. നോക്കിയേ, ബന്ധങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്ന ദിനത്തിൽ ക്രിസ്തു ഒരു വസ്തുവിന്റെ കനം കുറച്ചു. ക്രിസ്തു ഒരു വസ്തുവിന് മുറിവുണക്കുവാനുള്ള കഴിവ് കൊടുത്തു. മൂന്നാമത്തെ വ്യത്യാസം, പുരുഷന്മാരെ വളരെ കുറവാണ് കാണുന്നുള്ളൂ. എന്നാലും നിങ്ങൾ എൻ്റെ കൂടെ കൂടി പൂരിപ്പിക്കുമെന്ന് വിചാരത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. മൂന്നാമത്തെ വ്യത്യാസം, പഴകുന്തോറും ഇവിടെ സ്ത്രീകൾക്ക് നല്ല നിശ്ചയം എനിക്ക് തോന്നും. അത് ആണുങ്ങൾക്ക് വീര്യം കൂടുമ്പോൾ അത് അനുഭവിക്കേണ്ട നിർഭാഗ്യവതികൾ സ്ത്രീകളായതുകൊണ്ട് അവർ ചാടിക്കേറി പൂരിപ്പിച്ചത്. കാലപ്പഴക്കം ചെല്ലും തോറും വീര്യം കൂടുന്ന ഒരു വസ്തുവാണ് ക്രിസ്തു വിവാഹത്തിനെന്ന് ഉണ്ടാക്കിയതെങ്കിൽ നമുക്കത് 2024 ഇങ്ങനെ പറയാം. നമ്മുടെ ബന്ധങ്ങളും മനുഷ്യബന്ധങ്ങളും കാലപ്പഴക്കം ചെല്ലും തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെ ആകണമെന്ന് ആഗ്രഹിച്ചു? മിണ്ടണില്ല. തമ്പുരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നോമ്പ് തുടങ്ങുമ്പോൾ ഇത് ഓർമ്മപ്പെടുത്തുക, മക്കളെ നിങ്ങളുടെ ബന്ധങ്ങൾ വീര്യമുള്ളതാകട്ടെ, വീഞ്ഞു പോലെ ആകട്ടെ. നമ്മുടെ ബന്ധങ്ങൾ വീഞ്ഞു പോലെയാണോ? മിണ്ടണില്ല. കാലപ്പഴക്കം ചെല്ലും തോറും ബന്ധങ്ങൾ വീര്യം കൂടുന്നോ? ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇന്ത്യയും പാകിസ്ഥാനും പോലെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിവാഹ വർഷം കഴിയുമ്പോഴും ഭാര്യ ഭർത്തൃബന്ധം ഓർത്തഡോക്സുകാരെയും കാത്തലിക്കുകാരെയും പോലെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ നമുക്ക് പറ്റുന്നത്? പ്രത്യേകിച്ച് ആസ് എ കൗൺസിലർ ഞാൻ എൻ്റെ നിരീക്ഷണം പങ്കുവെക്കാം. ഒരു കോവിഡാനന്തര കാലഘട്ടത്തിൽ എന്നെ കാണാൻ വന്നിരിക്കുന്ന മക്കളുമായി ബന്ധപ്പെട്ട 90% കേസുകളും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളുടെ ശൈഥില്യമാണ്. ഏറ്റവും വലിയ സങ്കടം, ഏറ്റവും വലിയ അകലം, ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഏറ്റവും അടുത്തവർ തമ്മിൽ അറിയാതെ അകന്നു പോകുന്നതിനേക്കാൾ വലിയ സങ്കടം എന്താ ഉള്ളത്? നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കളെ ഇങ്ങനെ മാതാപിതാക്കൾ വളർത്തുകയാണ്. ഒരു ശരാശരി മലയാളിയോട് എന്തിന് ജീവിക്കുന്നു ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, നിങ്ങൾ പറ, മക്കൾക്ക് വേണ്ടി. എന്നിട്ടും നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന കൈവിരലുകൾക്കിടയിലൂടെ നമ്മൾ അറിയാതെ നമ്മുടെ മക്കൾ ഇങ്ങനെ കൗമാരത്തിന്റെ പടിവാതിൽക്കെത്തുമ്പോഴേക്കും ചോർന്നു പോവുകയാണ്. മക്കളെ ചൊല്ലി കരയുന്ന, മക്കളെ ചൊല്ലി ഉറക്കം നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഒരു വിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ ഇങ്ങനെ കൈകളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരംഭിക്കുന്ന, സ്വപ്നത്തിന്റെ അകത്ത് ആരംഭിക്കുന്ന ഒരു വിവാഹ ബന്ധത്തിൽ കാലം കഴിയും തോറും അറിയാതെ ഈ ചേർത്ത് പിടിച്ച കൈകൾ എന്തേ അകന്നു പോകുന്നു. കൃത്യമായി ഈ വലിയ നോമ്പിന്റെ ആരംഭത്തിൽ ആദ്യ ആഴ്ചയിൽ വായിക്കുന്ന വേദവായന ഭാഗത്തിന്റെ അകത്ത് ഗുപ്തമായ നിധി പോലെ ഇതിനുള്ള ഉത്തരമുണ്ട്. ക്രിസ്തു ഒരു വസ്തുവിന്റെ, ആദ്യം ഞാൻ എന്താ പറഞ്ഞ്,
വെള്ളവും വീഞ്ഞും നമ്മൾ വ്യത്യാസം എന്താ പറഞ്ഞത്? ഒരു വസ്തുവിന്റെ കനം കുറച്ചു. കനം കുറയണം. എന്താ ഈ കനം കുറയാന്ന് പറഞ്ഞാൽ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ കുമ്പസാരം? കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ വലിയ നോമ്പ് തുടങ്ങുമ്പോൾ മറ്റൊരു നിർവാഹവുമില്ലാതെ അച്ഛൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ഒളിച്ചോട്ടത്തിന്റെ തിരക്കഥയാണ്. സത്യത്തിൽ കുമ്പസാരത്തിന് 2 മാനങ്ങളുണ്ട്. പാപമോചനത്തിന്റെ ഒരു തിയോളജിക്കൽ മാനം പോലെ തന്നെ പ്രധാനമാണ് അതിന് ഗാർഹിക മാനമുണ്ടെന്ന് എൻ്റെ വിചാരം. കുമ്പസാരത്തെ കുറച്ചുകൂടി ഇനിയിപ്പോൾ അദ്ദേഹം എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ. അതിനാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അറിയാവുന്നയാൾ എങ്ങനെയാണത് ശരിയാക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അങ്ങോട്ട് നോക്കുക. നമ്മുടെ കാര്യം ആലോചിച്ച ഭയങ്കര രസകരമാണ്. എന്തോരം കഷ്ടപ്പെട്ട ഈ സന്ധ്യയ്ക്ക് ഇവിടെ വന്നിരിക്കും ഇത് കാണാനാ. ഇനിയിപ്പോൾ ഒരാളിതിൽ അങ്ങോട്ട് പോയാൽ അയാൾ എങ്ങോട്ടായിരിക്കും പോയത്? അങ്ങോട്ട് പോയിരിക്കുക. എന്നിട്ട് എത്രയോ വർഷങ്ങളായിട്ട് മർത്തയുടെയും മറിയുടെയും കാര്യം പറയും. പല കാര്യങ്ങളെ ചൊല്ലി ബാക്കി പറ. വ്യാകുലപ്പെട്ട മർത്തയാവരുത്, പിന്നെ ആരാകണം? ആവട്ടെ. സംഗതികളൊക്കെ അറിവില്ലായ്മയല്ല നമ്മുടെ പ്രശ്നമല്ലേ? അപ്പൊ ഞാൻ എവിടെയാ പറഞ്ഞ് നിർത്തിയത്? എല്ലാം കയ്യിൽ നിന്ന് പോകും. എവിടെയാ പറഞ്ഞ് നിർത്തിയത് ഞാൻ? എന്താ? കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയും, സോറി, സേ സോറി ടു ഗോഡ്. ദൈവമേ, തെറ്റിപ്പോയി, പരാജയപ്പെട്ടു പോയി, പറ്റിപ്പോയി, പൊറുക്കണമേ എന്ന് പറയുന്നതാണ്. അതിലളിതമായി പറഞ്ഞാൽ കുമ്പസാരമെങ്കിൽ കനം കുറയുക എന്ന് പറഞ്ഞാൽ മക്കളോട് മാപ്പ് പറയാൻ, ഭാര്യയോട് മാപ്പ് പറയാൻ, അപ്പയോടും അമ്മയോടും തെറ്റിപ്പോയി എന്ന് പറയാൻ, ഐ എം വെരി സോറി എന്ന് പറയുവാനുള്ള മനസ്സ്. ആ മനസ്സുണ്ടെങ്കിൽ എന്ത് കുറയണം? മിണ്ടണില്ല. കനം കുറയണം. ഈഗോ വളരെ മണിക്കൂറുകൾ സംസാരിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ എങ്ങനെയാന്നുള്ളത്? നിങ്ങൾ അങ്ങോട്ട് നോക്കിയാലും കറണ്ട് വരും, നോക്കിയില്ലെങ്കിലും വെളിച്ചം വരും. അത്രയെങ്കിലും മനസ്സിലായ നല്ല കാര്യമാണ്. നോക്കി, ഈഗോ എന്ന് പറഞ്ഞാൽ എന്താ? അവനവനെ കുറിച്ച് നമുക്കൊരു ബോധമുണ്ട്, അവബോധമുണ്ട്, അത് വേണം. പക്ഷെ അവനവനെ കുറിച്ചുള്ള അമിതമായ അവബോധത്തിന്റെ പേരാണ് ഈഗോ. ഞാൻ ആരൊക്കെയോ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആരൊക്കെയാണോ നിങ്ങൾ? മിണ്ടണില്ല. ഞാനൊരു 5 ദിവസം മുമ്പ് ഇതുപോലെ മറ്റൊരു സ്ഥലത്ത്, ഒരു ദൂരെയാണ്, കേരളത്തിന് പുറത്തൊരു പള്ളിയിൽ 4 ദിവസമൊക്കെ പ്രസംഗിച്ച ആൾക്കാരുടെ സൽക്കാര സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി അങ്ങനെ വന്ന് കൊള്ളാവുന്ന ആളാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ നടുവിനൊരു ചെറിയ പണി കിട്ടി. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ, ഞാനിങ്ങനെ ഒരു 11 മണി നേരത്ത് സ്വന്തം വീടിൻ്റെ മുമ്പിലുള്ള നാരകമരത്തിൽ നിന്ന് വീണ് പോയ ഒരു ചെറുനാരങ്ങ എടുത്ത് ഒരു ഉപ്പ് സോഡ കുടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. രക്ഷയില്ല, വീണ് കിടക്കുന്ന കുനിഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത്രയേ ഉള്ളൂ. വല്ലതും പിടി കിട്ടണ്ടോ? ഉണ്ടോ? ഇല കൊഴിയുന്നൊരു ശിശിരകാലം നമ്മളോട് പറയും. നോമ്പൊരു ശിശിരകാലമാണ്. ചില ഇലകൾ അകത്തിന്റെ, അഹംഭാവത്തിന്റെ, മസില് പിടുത്തത്തിന്റെ, ചിരിക്കാൻ പറ്റാത്തതിന്റെ, കരയാൻ പറ്റാത്തതിന്റെ, സോറി പറയാൻ പറ്റാത്തതിന്റെ കനം കുറയുന്നുണ്ടോ? ധ്യാനങ്ങളില്ല, മിണ്ടണില്ല. ആലോചിച്ച് നോക്കി. തീരാവുന്ന പ്രശ്നമാ പ്രിയപ്പെട്ടവരെ. ഈഗോ കുറയാന്ന് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നൊരു യഹൂദിയുമായി ചോദിക്കുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, എന്താ വഴി? തമ്പുരാൻ പറഞ്ഞു, നിനക്കുള്ളതൊക്കെ വിൽക്കുക, നീ ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നീ സ്വർഗത്തിൽ പോകും. നമ്മളാണീ കൊടുക്കൂ? മിണ്ടണില്ല. കൊടുക്കുവോ? ഉള്ളതൊക്കെ വിൽക്കാനാ പറഞ്ഞേ. ഞാനത് ഒരുപാട് കാലം ആലോചിച്ചിട്ട്, എന്താ ഉള്ളതൊക്കെ വിൽക്കുക? എൻ്റെ ചിന്ത ഇങ്ങനെയാ, നമുക്ക് എന്താ സ്വന്തമായിട്ടുള്ളത്? വാട്ട് വി ഹാവ്. മക്കൾ ദൈവത്തിന്റെ ദാനമല്ലേ? സമ്പത്തോ ആരോഗ്യമോ സർവ്വതും സകലതും ദൈവത്തിന്റെ ദാനമാണെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റിയതും നമുക്ക് സ്വന്തമായിട്ടുള്ളത് എന്താ? ഈ ഈഗോയാ. നമ്മൾ ആരൊക്കെയോ ആണെന്നുള്ളൊരു വല്ലാത്തൊരു ബോധമുണ്ടല്ലോ. തമ്പുരാൻ പറഞ്ഞ, എൻ്റെ പൊന്നു മോനെ, നീ നിന്റെ ഈഗോ താഴ്ത്തി വെക്കും, നീ അപ്പം എവിടെ എത്തും? ഗായികമാരൊന്നും മിണ്ടണില്ല. പാട്ടൊക്കെ നല്ലോണം പാടിക്കോളൂ. സ്വർഗത്തിൽ പോകാൻ മരിക്കണ്ടെന്നീ പറഞ്ഞേ. പിന്നെ എപ്പോഴാ? എപ്പോഴാ? ഈഗോ നിരത്തി വെച്ചാൽ മതി. മമ്മിക്കൊരു ദേഷ്യം വന്നിട്ട് ആ കുട്ടി, മമ്മി ആ മോളെ വഴക്ക് പറഞ്ഞേ എന്ന് ഒരു 40 വയസ്സുള്ള അമ്മയ്ക്ക് 10 വയസ്സായവരോട് പറയാൻ പറ്റുമ്പോ, ഭാര്യയോട് സോറി അടി ക്ഷമിക്ക് എന്ന് പറയാൻ ഭർത്താവിന് പറ്റുമ്പോ, അമ്മയെ നോക്കാൻ പറ്റിയില്ല ക്ഷമിക്ക് എന്നൊരു മകന് പറയാൻ പറ്റുമ്പോ, കനം കുറഞ്ഞു, വീഞ്ഞായി. വീഞ്ഞിലേക്കുള്ള മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നത് മനോഹരമാകാൻ ഒന്നാമത്തെ വഴി കനം കുറയാ. 2 മുറിവുണ്ടാകും. ഉണ്ടാവില്ലേ? മിണ്ടണില്ല.
നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിൽ പരസ്പരം കലഹങ്ങൾ ഉണ്ടാവില്ലേ, പിണക്കം ഉണ്ടാവില്ലേ, മിണ്ടാതിരിക്കണം, പിണങ്ങണം, ഇതൊക്കെ വേണം. പുതിയ സൈക്കോളജി അങ്ങനെ ഫെയർ ഫൈറ്റിംഗ് എന്ന് പറയും. ഭാര്യയും ഭർത്താവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റിംഗ് ഉണ്ടാകണം. സന്തോഷമായോ? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒരാൾക്ക് മന്ദബുദ്ധിയാണ്. രണ്ടുപേർക്കും ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാകും. മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടാകും. ഞാൻ ഓർക്കുന്ന ഒരു 2 വർഷം മുമ്പാണ്, +2 പഠിക്കുന്ന ഒരു മകളെ മുൻനിർത്തി +2 അധ്യാപികയായ അമ്മ പറഞ്ഞൊരു വാചകമുണ്ട്. കൗൺസിലിംഗിന്റെ ഇടയിലാണ് അവർ പറഞ്ഞ്, സാർ ഇവളങ്ങ് പൊട്ടിത്തെറിക്കുക, ഇവളങ്ങ് ഷൗട്ട് ചെയ്യുക, എനിക്ക് നാണക്കേട് കൊണ്ട് ഞാൻ ചിലപ്പോൾ TV-യുടെ ഓളിയൊക്കെ കൂട്ടി വയ്ക്കുക, അയൽക്കാരെന്ത് വിചാരിക്കും. അപ്പം ഞാൻ ടീച്ചറെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്? അപ്പോൾ അവരെന്നെ ഒരു നോട്ടം നോക്കി. തലയ്ക്ക് സുഖമില്ലാത്ത ആളുടെ അടുത്താണല്ലോ വന്നത്. മകൾക്ക് ക്ഷിപ്രകോപം എന്ന് പറയുമ്പോൾ ഇയാൾ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ചോദിച്ചു. അവർ 2500 ഉണ്ടാകും. ഞാൻ പറഞ്ഞു എത്ര ലക്ഷം രൂപയായി? അന്നൊരു 10-30 ലക്ഷം രൂപയായി അതിന്. ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, 30 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ പണിത വീടിന്റെ അകത്ത് നിങ്ങളുടെ മകൾക്ക് പൊട്ടിത്തെറിക്കാനുള്ള അവകാശമുണ്ട് ഇല്ലേ? അപ്പൊ മക്കൾക്ക് സന്തോഷമായിട? മക്കൾക്ക് ഉണ്ട്. നമ്മുടെ വീടുകളുടെ അകത്ത് അവർ വേറെ ആരോടാ പൊട്ടിത്തെറിക്കുക? അവർ വേറെ ആരോടാ പിണങ്ങുക? അങ്ങനെ പിണങ്ങാനും പൊട്ടിത്തെറിക്കാനും അറിഞ്ഞോ അറിയാതെയോ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടൊക്കെ മുറിവും ഉണ്ടാകും. ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ ബാക്കി പറയണം. പക്ഷേ പറയണില്ലല്ലോ, ഈ മുറിവ് ഉണക്കണം. മുറിവുണക്കാനാണ് സോറി, മുറിവുണക്കാനാ താങ്ക് യു. ഏത് ഭാഷയിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 വാക്കാണ് സോറിയും താങ്ക് യു. ഈ 2 മനോഭാവങ്ങൾ ഉണ്ടായാൽ മുറിവുണങ്ങും. മുറിവുണങ്ങുമ്പോൾ വെള്ളം എന്താകും? മിണ്ടണില്ല, വീഞ്ഞാകും. ഇനി നിങ്ങളുടെ ശ്രദ്ധയെ 2-ാമത്തെ ആഴ്ചയിൽ വായിക്കുന്ന ക്രിസ്തു ചെയ്ത സൗഖ്യദായക ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. ക്ഷണിച്ച് വിളി കേൾക്കാൻ മാത്രം നേരമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാഹനത്തിന് വേഗത കൂട്ടുന്നു. അതിസുന്ദരമായ വിശുദ്ധനായ ലൂക്കോസ് ഒരു ചിത്രം കണക്കെ വരച്ചിട്ട ഒരു സൗഖ്യദായക ശുശ്രൂഷയുണ്ട്. ദേഹം മുഴുവനും കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു, കമന്നു വീണു, കർത്താവേ ദാവീദ് പുത്രാ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. അടുത്ത വചനം കവിതയാണ്. എന്താ അത്? ക്രിസ്തു കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക എന്ന് പറഞ്ഞു. കുഷ്ഠരോഗമെന്ന് പറയുന്ന ശാരീരിക അസുഖം 2024 കല്ലൂപ്പാറ പള്ളിയിലുണ്ടോ? ഉറപ്പാ. എന്നിട്ടും എന്തേ വീണ്ടും ഇപ്പോഴും ആ വേദവായന ഭാഗം വായിക്കുന്നു? ഹുത്തോമയിൽ ഇങ്ങനെ അതൊരു പാപമാണെന്ന സൂചനയൊക്കെ ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷെ എൻ്റെ ചിന്ത, കുഷ്ഠരോഗം ബാധിച്ചാൽ 2 ലക്ഷണമാണ് ഉള്ളത്. ഒന്നെന്താണ്? തിരസ്കൃതനാണ്, ബഹിഷ്കൃതനാണ് എന്നൊക്കെ പറയുന്ന വലിയ വാക്കുകൾക്കപ്പുറം നമുക്ക് ഇങ്ങനെ പറയാം, കുഷ്ഠം ബാധിച്ചാൽ ഏറ്റവും അടുത്ത വ്യക്തിയോട് പോലെ ഒരു നിശ്ചിത അകലം പാലിക്കാൻ വിധിക്കപ്പെട്ടയാളാണ് ആര്? കുഷ്ഠരോഗി. 2, അയാൾക്ക് സെൻസിറ്റിവിറ്റി പോകും. നോക്കിയേ, ചേർത്ത് വെച്ച് ഇങ്ങനെ വായിക്കാം. 2024 കുഷ്ഠരോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ്റവും അടുത്ത വ്യക്തികൾ തമ്മിൽ അറിയാതെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ അകൽച്ചയുണ്ടെങ്കിൽ തീർച്ചയായും തിരിച്ചറിയണം, നമുക്ക് എന്ത് ബാധിച്ചിട്ടുണ്ട്? കുഷ്ഠം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സൗഖ്യദായക ശുശ്രൂഷ എന്ത് മനോഹരമാത്. നോക്കിയേ, അവിടെ ചികിത്സകനായ ക്രിസ്തുവും ചികിത്സ തേടിയ രോഗിയും ക്രിസ്തുവിന്റെ ഒരു ചികിത്സാ രീതിയുമുണ്ട്. 2024 അത് പ്രസക്തമാണ്. എന്താണ്? അറിയാതെ അകന്നുപോയവൻ, വിധിയെ നെറുകയിൽ ചുമന്ന നിർഭാഗ്യത്തിന്റെ പ്രതീകമായ ഒരു മനുഷ്യനെ ക്രിസ്തു അകത്താക്കിയത്, സൗഖ്യം കൊടുത്തത് എങ്ങനെയാ? കൈനീട്ടി തൊട്ടു, എനിക്ക് മനസ്സുണ്ട്. നമുക്ക് ഇങ്ങനെ പറയാം, ഒരു സ്പർശനം പ്ലസ് വാക്ക് ഈസ് ഈക്വൽ ടു സൗഖ്യം. അല്ല ജീസസ് സിനിമയിൽ കാണുന്നത് പോലെ ഒരു രോഗിയുടെ തൊലിപ്പുറത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ട് രോഗിക്ക് സൗഖ്യം ഉണ്ടായി എന്നല്ല പറയേണ്ടത്. എനിക്കാരുമില്ലെന്ന് കരുതിയ അന്യവൽക്കരിക്കപ്പെട്ട ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ നെറുകയിൽ 4 ആൾ കാണുക ക്രിസ്തുവിന്റെ കൈത്തലം ഇങ്ങനെ വന്നു വീണപ്പോൾ അവന് തോന്നി, എനിക്കും, ബാക്കി പറ, എനിക്കും ആരൊക്കെയോ ഉണ്ട്, എന്നെ തൊടാനും ആളുണ്ട്. നോക്കിയേ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലെ ബന്ധങ്ങളുടെ ശൈഥില്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്തുള്ള സ്നേഹ സ്പർശനങ്ങളുടെ അഭാവമാണ്. നിങ്ങൾ എന്നോട് യോജിക്കുകയോ ഇല്ലയോ?
ദൈവമുണ്ടണില്ല. ഏറ്റവും വലിയ സെൻസറി ഓർഗൻ ത്വക്ക. നോക്കിയേ, സ്നേഹമെന്ന് പറയുന്ന അതിമനോഹരമായ വികാരം ഇല്ലാത്തതല്ല പ്രശ്നം. ഈ സ്നേഹം കൊടുക്കാനും വാങ്ങാനും പറ്റാതെ പോകുന്നതാണ്. സ്നേഹത്തെക്കുറിച്ച് ലവ് ഈസ് ടച്ച് എന്ന് പറയും. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? നല്ല നല്ല സ്പർശനങ്ങൾ സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ അതിരാവിലെ ഒരു കുട്ടിയെ അമ്മ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ എൻ്റെ ചോദ്യം, എ ഗുഡ് മോർണിംഗ് ഷുഡ് ബിഗിൻസ് വിത്ത് എ ഗുഡ് ഉമ്മ കൊടുക്കാറുണ്ടോ? ദൈവമുണ്ടണില്ല. ഉണ്ടോ? ഇത് പഠിപ്പിക്കാനാണ് എല്ലാ വിശുദ്ധ കുർബാനയിലും ഒരു വാക്യപ്രതിവാക്യമുണ്ട്. എന്താ? അതുകൊണ്ട് ഓരോരുത്തരും ദിവ്യവും പരിശുദ്ധമായ ചുംബനത്താൽ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. പിതാക്കന്മാർ അങ്ങനെ എഴുതി വെച്ചിട്ട് താഴെ നമ്മൾ എന്നാ ചെയ്യണേ? ഉമ്മ കൊടുക്കണോ? ദൈവം മിണ്ടണില്ലല്ലോ. ചുംബനം കൊടുക്കാൻ മധുവായെന്ന് പറയുകയും താഴെ കൈക്കസ്തൂരി കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയണം. എന്താണ്? 2024 ജീവിക്കുന്ന പുതിയ എന്താ പറയാ, ആധുനിക ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ വലയ്ക്കകത്ത് ജീവിക്കുന്ന നമ്മുടെയൊക്കെ മുമ്പിൽ ഉമ്മ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പെശക് തോന്നും. അതാ വലിയ പ്രശ്നം. പെശക് തോന്നേണ്ട കാര്യമാണോ? രണ്ട് വ്യക്തികൾ ഹൃദയപൂർവ്വം വിരലുകൾ ഇങ്ങനെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ അത് ചുംബനമാണ്. ചുണ്ട് വേണമെന്നില്ല. സൗഖ്യമാണ്, സമാധാനമാണ്. എന്നിട്ടും എന്തേ കൂടെ ജീവിക്കുന്ന വ്യക്തികളെ അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ പരാജയങ്ങളിൽ, അവരുടെ പ്രശ്നങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ചേർത്ത് പിടിക്കാൻ പറ്റാതെ പോകുന്നത്? നോമ്പിന്റെ ഒരു വിചാരം അതാണ്. സൗഖ്യമില്ലാതെ ഞാനും നിങ്ങളും മാത്രം കൊടുക്കേണ്ട സൗഖ്യമുണ്ട് വീടിൻ്റെ അകത്ത്, മക്കൾക്ക്, ജീവിത പങ്കാളികൾക്ക്, മാതാപിതാക്കൾക്ക്. ആ സൗഖ്യം കൊടുക്കാതിരിക്കുന്ന നമ്മോട് ക്രിസ്തു വീണ്ടും പറയും, നോമ്പ് വീണ്ടും പറയും, നിന്റെ തിരക്ക് മാറ്റി വെക്കടാ, ചേർത്ത് പിടിക്കടാ. ആരെയൊക്കെയാ? ദൈവമുണ്ടണില്ല. ആരെയൊക്കെയാ? ഇനിയുണ്ടൊരു കൈപിടുത്തം കല്യാണത്തിനാ. എന്തിനാ കൈ പിടിച്ചേ? അങ്ങ് പിടിച്ചതാ. എന്തിനാന്ന് ചോദിച്ചാ മക്കളെ? നിങ്ങൾ ഇനി ഭാവി പിടിക്കുകയല്ലോ, അപ്പൊ നിങ്ങൾക്കെങ്കിലും ഉപകാരപ്പെടണം. ഞങ്ങളോ അത് അറിയാതെ പിടിച്ചു പോയി. എല്ലാവരും പിടിച്ചു, നമ്മളും പിടിച്ചു, അത്രയേ ഉള്ളൂ. ഒരു മദ്ഭായുടെ മുമ്പിൽ ഇങ്ങനെ ഭാര്യ ഭർത്തൃ ബന്ധമെന്ന ഒന്നിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ കൈകളിങ്ങനെ ചേർത്ത് പിടിച്ചത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ആമയുടെയും മൊയിലിൻ്റെയും കോട്ടം പോലെയാണ്. അതിനുത്തരം പറയുന്നവർക്ക് ഇപ്പൊ അവസാനം വന്ന അച്ഛൻ്റെ വക പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കുന്നതായിരിക്കും. വൈകി വന്നവർക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ നമ്മൾ? ഓക്കെ. അപ്പോൾ ആമയുടെയും മൊയിലിലെ ഓട്ടത്തിന്റെ 1ാം എപ്പിസോഡ് എല്ലാവർക്കും അറിയാം. ഉറങ്ങിപ്പോയ മൊയിൽ തോറ്റു, ആമ ജയിച്ചു. ഇനിയും പറയാം, 2ാമത്തെ എപ്പിസോഡാ. തോറ്റുപോയ മൊയിൽ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് ഫെയർ, ഞാൻ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് തോറ്റ, ഒരിക്കൽ കൂടി ഓടാം. 2ാമത് ഓടി, ഉറങ്ങാതെ ശ്രദ്ധിച്ച് മൊയിൽ ഓടി, മൊയിൽ ജയിച്ചു. മൊയിൽ ചിരിച്ചു, ആമ പറഞ്ഞു നീ ചിരിക്കണ്ട, ഇപ്പൊ 1-1, ഒന്ന് നീയും ജയിച്ചു, ഒന്ന് ഞാനും ജയിച്ചു. 3ാമത് ഒരിക്കൽ കൂടി ഓടാം, യഥാർത്ഥ വിജയിയെ തീരുമാനിക്കാനായി ഓടാം. രണ്ടുപേരും അംഗീകരിച്ചു. പക്ഷേ ബുദ്ധിമാനെ ആമ പറഞ്ഞു റൂട്ട് ഞാൻ തീരുമാനിക്കും. അങ്ങനെ ആമ തീരുമാനിച്ച റൂട്ടിലൂടെ 3ാമതും ആമയും മൊയിലും ഓടി. ഉറങ്ങാതെ ഓടിയ മൊയിൽ മുമ്പിലെത്തി. പക്ഷെ ഒരു പുഴ മുറിച്ച് അപ്പുറത്ത് കിടക്കണം ഫിനിഷിംഗ് പോയിന്റിലെത്താൻ. നീന്തലറിയാത്ത മുയൽ ഇങ്ങനെ പുഴയുടെ ഓരത്ത് ഇങ്ങനെ മിണുങ്ങസിയാന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഇഴഞ്ഞെത്തി ആമ പറഞ്ഞു, സഹോദര താൻ പേടിക്കണ്ടടോ, ഈ പുഴ തന്നെ നീന്തിക്കടത്ത ഞാൻ സഹായിക്കാം. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി നീന്തൽ അറിയാവുന്ന ആമയുടെ തോളത്ത് കയറി മുയൽ അപ്പുറത്തെത്തി. അപ്പോ തന്നെ ഈ പുഴ നീന്തിക്കടക്കാൻ സഹായിച്ച ആമയെ വിട്ട് ഒറ്റയ്ക്ക് ഓടി ജയിക്കാൻ ആർക്ക് മനസ്സ് വന്നില്ല? മൊയിൽ പറഞ്ഞു, സഹോദര താൻ പേടിക്കണ്ടടോ, ഇനിയുള്ള ഓട്ടം താൻ എൻ്റെ തോളത്ത് കയറിക്കോ. അങ്ങനെ ആരും ജയിക്കാതെയും തോക്കാതെയും ആമയും മുയലിൻ്റെയും ഓട്ടം അവസാനിപ്പിച്ചു എന്ന് പറയുന്നതും വിവാഹത്തിന് കൈപിടിക്കുന്നു എന്ന് പറയുന്നതിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ടോ? എന്താ ബന്ധം എന്നറിയാമോ? അത് ജീവിതം എന്ന് പറയുന്ന വലിയൊരു ജീവിതത്തിന്റെ ദീർഘദൂര ഒരു മാരത്തൺ റൈസായി ജീവിതം. അതിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് മാത്രം അതിജീവിക്കാൻ പറ്റാത്ത സങ്കടങ്ങളുടെ, രോഗങ്ങളുടെ, സാമ്പത്തിക പ്രശ്നങ്ങളുടെ, ശാരീരിക പ്രശ്നങ്ങളുടെ ഒരുപാട് പുഴകൾ ഇങ്ങനെ നീന്തിക്കടക്കേണ്ടി വരും. അപ്പൊ ഞാനുണ്ടെന്ന് പറയണം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? 70 വയസ്സ് നിങ്ങൾക്കല്ലേ, 70 വയസ്സിൽ ഷുഗർ ഉണ്ടാകുമ്പോഴും ഈ 28 വയസ്സിൽ കൈപിടിച്ച അപ്പച്ചമ്മനോട് പറയണേ, ആ സഹോദരിയെ കൈവിടരുത്.
ഇത് വലിയ വലിയ എളുപ്പമുള്ള പണിയൊന്നല്ല, ഇത് വേണ്ടാന്ന് തോന്നുന്നു നമുക്കില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് കല്യാണം വേണ്ടിയിരുന്നില്ല, കല്യാണം കഴിച്ചിട്ട് ഈ പരിപാടി വേണ്ടിയിരുന്നില്ല തോന്നാത്ത ആരും ഇതുവരെ തോന്നിയില്ല. പേടിക്കേണ്ട, എപ്പോഴെങ്കിലും തോന്നും. അങ്ങനെയായത് ആ തോന്നലിന്റെയും പിണക്കങ്ങളുടെയും പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ ഇങ്ങനെ ഈ കൈകളിങ്ങനെ ഏൽപ്പിച്ച കൈകളിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ മരവിച്ചൊരു കൈ ഇങ്ങനെ പോകുന്നത് വരെയും ബാക്കി പറ സങ്കടങ്ങളിലും വലിയ സന്തോഷം ഉണ്ടായിട്ടൊന്നും അല്ല. സ്ത്രീകളോട് ചോദിച്ചാൽ അറിയാം, ആണുങ്ങളോടുള്ള ഗുണം കൊണ്ടൊന്നും അല്ല ഇവർ നമ്മളെ വിട്ടുപോകാത്തത്. ഈ മുമ്പിലിരിക്കുന്ന മക്കളെ ഓർത്താ പലരും. ചിലർ പള്ളിയെ ഓർത്താ, ചിലർ സമൂഹത്തെ ഓർത്താ, ചിലർ സോഷ്യൽ ഇമേജ് ഓർത്താ. അത്രയെങ്കിലും ഓർത്തിട്ടെങ്കിലും ഈ സ്വന്തം എന്താ പറയുക പങ്കാളികളോട് കുറച്ചുകൂടി നമ്രശിരസ്കരാകേണ്ടതുണ്ട് ആണുങ്ങൾ എന്ന് എൻ്റെ വിചാരം. പറഞ്ഞു വന്നത്, ജീവിതത്തിന്റെ മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, സങ്കടങ്ങളിൽ വീണ്ടും വീണ്ടും നമ്മെ ഓർപ്പിക്കും. അവർക്ക് കൊടുക്കേണ്ട സൗഖ്യം അങ്ങനെയാ ചേർത്ത് പിടിക്കേണ്ടത്. സത്യത്തിൽ എന്തിനാ ദൈവം നമ്പർ നമുക്ക് സങ്കടങ്ങൾ തരുന്നത്? എന്തിനാ ദൈവം പ്രശ്നം തരുന്നത്? ചില മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കാം, അവരുടെ പഠനമാകാം, അവരുടെ ഭാവിയാകാം, അവരുടെ വഴിവിട്ട പ്രണയമാകാം, എന്തുമാകട്ടെ. എൻ്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതത്തിൽ, ജീവിത പശ്ചാത്തലത്തിൽ സങ്കടങ്ങളും പ്രതിസന്ധികളും തരുമ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ബന്ധങ്ങൾ കുറെ കൂടി സുന്ദരമാകുന്നത്, മനോഹരമാകുന്നത് എപ്പോഴാ? നാളെ ഇനി 36-ാം ഞായറാഴ്ച സഭാദിനമാണ്. ഈ ഇന്ത്യയുടെ അപ്പോസ്തലനായ സെന്റ് തോമസ് ആയത് എപ്പോഴാണെന്നറിയാമോ? സെന്റ് തോമസ് ദൈവത്തെ അറിഞ്ഞപ്പോഴാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് മുറിവിൽ ഇങ്ങനെ കൈയിട്ടപ്പോഴാണ്. 3 വർഷക്കാലം കൂടെ നടന്നിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടും തമ്പുരാനെ മനസ്സിലാകാതെ പോയി ഇന്ത്യയുടെ ഈ കാവൽ പിതാവ് മുറിവി തൊട്ട് മനസ്സിലായി, യേസ്, എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമേ. തിരിച്ചറിവ് അങ്ങനെയാ. മുറിവുകളിൽ തൊടുമ്പോഴാണ്, സങ്കടങ്ങളിൽ തൊടുമ്പോഴാണ്, പരാജയത്തിൽ ആശ്വസിപ്പിക്കുമ്പോഴാണ്. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളുടെ കുഞ്ഞ് ഏതെങ്കിലും വിഷയത്തിൽ പരാജയപ്പെട്ട അന്ന് അവന്റെ കൂടെ കിടക്കണം. അപ്പോഴവനെ കെട്ടിപ്പിടിക്കേണ്ടത്, അപ്പോഴവന് ഉമ്മ കൊടുക്കേണ്ടത്. ഭർത്താവ് പരാജയപ്പെട്ടാൽ ബിസിനസ്സിൽ, ഭാര്യ പാചകത്തിൽ പരാജയപ്പെട്ടാൽ, നീ വാചകത്തിൽ പരാജയപ്പെട്ടാൽ, പരാജയങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നേ. സംശയമുണ്ടോ? ഞാൻ ചിലപ്പോൾ അതിശയിക്കാറുണ്ട്. അച്ഛന്മാരൊക്കെ എനിക്ക് മറുപടി പറയണം. അച്ഛാ, പാഷൻ വീക്കിന് കഷ്ടാനുഭവം നമ്മൾ പ്രാർത്ഥിക്കുക. എന്താ കഷ്ടാനുഭവങ്ങളെ? ബാക്കി പറ സമാധാനത്തോടെ വരിക. ഞാനൊരു ആലോചിച്ചു, എന്ത് വിളിയായി വിളിക്കുന്നേ? ആരെങ്കിലും വിളിക്കുവോ? ദൈവമുണ്ടണില്ല. ലോകത്തില് പ്രശ്നങ്ങളെ, കഷ്ടങ്ങളെ, സങ്കടങ്ങളെ വാടാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കുമ്പിടുന്ന ഒരു പൗരസ്ത്യ ആധ്യാത്മികതയുടെ ആഴം മനസ്സിലാക്കണം. എന്താ അതിന്റെ ആഴം? എന്തിനാ ഈ കഷ്ടങ്ങളോട് വരാൻ പറയണേ? നിങ്ങൾ പറ. അങ്ങനെ ഇരിക്കുക. 2 കാര്യമുള്ളൂ. ഒന്ന്, വിളിച്ചാലും കഷ്ടം വരും, വിളിച്ചില്ലെങ്കിലും വരും. പിതാക്കന്മാരുടെ ബുദ്ധി അപാരാണ്. അപ്പൊ അവരാദ്യമേ വിചാരിച്ചു ഒരാൾ വിളിച്ചിട്ട് വന്നാൽ നമുക്ക് കുറച്ചും കൂടി സ്വീകരിക്കാൻ പറ്റൂലേ? ദൈവമുണ്ടണില്ല. വിളിക്കാതെ ഒരു അതിഥി വരുന്നതിനേക്കാളൊക്കെ നമുക്ക് കുറച്ചും കൂടി അതിഥിയെ സൽക്കരിക്കാൻ പറ്റും വിളിച്ചിട്ട് വന്നാൽ. ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഉണ്ടാകും എന്നുള്ളത് നീ തിരിച്ചറിയുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരുമ്പോ അതിനെ അതിജീവിക്കാനുള്ള കഴിവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതിനാ ഇതൊക്കെ നോമ്പ്. ആത്മഹത്യയുടെ ഒരു മുനമ്പായി കേരളം മാറുകയാണ്. ഏറ്റവും പുതിയ ഇന്നലകളിലൊക്കെ പത്രങ്ങളിലെ ആത്മഹത്യകളുടെ എണ്ണമാണ്. ജീവിതയാത്രയിൽ കഷ്ടാനുഭവങ്ങളെ സമാധാനത്തോടെ വരിക എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പിന്നിൽ സൗഖ്യമുണ്ട്. ഞാൻ ആ ആശയത്തോട് വിട പറയട്ടെ. ഒരു സ്പർശനം കൊണ്ട്, ഒരു തൊടല് മുറിവുകളിൽ തൊടുമ്പോ, പരാജയത്തിൽ തൊടുമ്പോ, സ്നേഹത്തിൽ തൊടുമ്പോ, സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുമ്പോ എൻ്റെ നിങ്ങളുടെ ബന്ധങ്ങൾ സുന്ദരമാകും, സൗഖ്യം കിട്ടും. ക്രിസ്തു കൈനീട്ടി തൊട്ടു പ്ലസ് എന്തു പറഞ്ഞു? എനിക്ക് മനസ്സുണ്ട്. സ്പർശനം പ്ലസ് വാക്കാണ്. വാക്കിനെ കുറിച്ച് ഇനി എന്താ പറയുക? നാക്കിനെ കുറിച്ച് എന്താ പറയേണ്ടത്? റൂമിയുടെ മനോഹരമായൊരു പ്രസ്താവനയുണ്ട്. റൂമി എന്ന് പറഞ്ഞ ഒരു മിസ്റ്റിക് എഴുത്തുകാരനാണ്. അയാൾ പറയും, ഓ ടങ്. നാവിന് 2 അർത്ഥങ്ങളാണ്. ഒന്ന്, നാവെന്ന് പറയുന്നത് ഏറ്റവും വലിയ അപകടകാരിയാണ്. യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞ തീയ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ നാവ് സകലത്തെയും സൃഷ്ടിക്കുന്ന നാവാണ്. മുറിവുണ്ടാക്കാനും മുറിവുണക്കാനും എന്തിനു പറ്റും? വാക്കിന് പറ്റും. നിങ്ങളിങ്ങനെ നോമ്പിന്റെ പ്രാർത്ഥനയുടെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ
പലയിടത്തും ഇങ്ങനെ പിതാക്കന്മാരിങ്ങനെ വാക്കുകൊണ്ട് ഏൽപ്പിച്ച മുറിവ് എങ്ങനെ ഉണക്കാം, എങ്ങനെ ഔഷധമാകാം എന്നുള്ള കുറച്ചുകൂടി അത് സാഹിത്യ ഭംഗി ആയതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാതെ പോകുന്നതാണ്. എനിക്ക് മനസ്സുണ്ട്. അറിയാതെ അകന്നുപോയ, ഒറ്റപ്പെട്ടു പോയ, തിരസ്കൃതനായ ഒരു മനുഷ്യന് സമ്പൂർണമായി സൗഖ്യം ക്രിസ്തു കൊടുത്തത് ക്രിസ്തുവിന്റെ മനസ്സിനകത്തെ സ്നേഹം വാക്കിലൂടെ പുറത്തു വന്നപ്പോഴാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് സ്നേഹപൂർവ്വം, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥനാപൂർവം പഠിപ്പിച്ച പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ഒരു വചനമുണ്ട്. എന്നിട്ടും എന്തേ നമ്മുടെ വാക്കുകൾക്ക് മധുരമില്ലാതെ പോകുന്നത്? എന്തേ നമ്മുടെ വീടിൻ്റെ അകത്തെ വാക്കുകൾക്ക് വല്ലാതെ കയ്പുണ്ടാകുന്നത്? തക്ക സമയത്ത് പറയുന്ന വാക്ക്, ബാക്കി പറ, പൊൻ താലത്തിലെ അത് തന്നെ ആണോ? നല്ല വാക്ക് വേണ്ടേ? ആരോടാ നല്ല വാക്ക് വേണ്ടത്? കൂടെ ജീവിക്കുന്ന മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും മാതാപിതാക്കളോടും കണ്ട നന്മ നന്മയാണ് മോളെ എന്ന് പറയാൻ പറ്റാതെ പോകുന്ന, നല്ല വാക്കുകളില്ലാതെ പോകുന്ന ഒന്നാണ്. നല്ല വാക്കിന്റെ വസന്തോത്സവമായി വിശുദ്ധ ഗ്രന്ഥം. ക്രിസ്തു കൈനീട്ടി തൊട്ടു, സൗഖ്യം കിട്ടി. നോക്കിയേ, നല്ല വാക്കും നല്ല സ്പർശനവും സൗഖ്യങ്ങൾ ഉണ്ടാക്കും. നോമ്പ് നമ്മോട് പറയുന്നു, നിന്റെ നോമ്പിലെ വിചാരങ്ങളിൽ മനുഷ്യബന്ധങ്ങൾ മനോഹരമാകാൻ നല്ല വാക്കുണ്ടാവുക, നല്ല സ്പർശനങ്ങൾ ഉണ്ടാവുക. 3-ാമത്തെ ആഴ്ചയിലെ വേദവായന ഭാഗം എന്താണ്? തളർവാദ രോഗിക്ക് അല്ലേ, ഇവിടെ അതല്ലേ വായിക്കണല്ലേ? തളർവാദ രോഗിക്ക് സൗഖ്യം. ഒരു വിശദാംശം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ആ ചിത്രം അറിയാം. ആ ചിത്രത്തിൽ വലിയ ചില ചിത്രങ്ങളുടെ ഇടയിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരു കൊച്ചു വാക്യത്തിലേക്ക് മാത്രമാണ് ഞങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. 4 പേർക്ക് ചേർന്ന് ചുമന്നു കൊണ്ടുവന്ന രോഗിയെ മേൽക്കൂരിയൊക്കെ പൊളിച്ച് ക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ച് സൗഖ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ക്രിസ്തു സൗഖ്യം കിട്ടിയ രോഗിയോട് പറഞ്ഞൊരു വാക്യമുണ്ട്, വിശുദ്ധനായ മർക്കൂസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ. എന്താ അത്? നിന്റെ കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകാം. നോക്കി, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് കാലം അസുഖബാധിതനായി തളർന്നു കിടന്ന ഒരു കിടക്കയിൽ കിടന്നാൽ ആ കിടക്കയ്ക്ക് എന്ത് സംഭവിക്കും? ഈ രോഗിയുടെ വിയർപ്പും വിസർജ്യവും വീണ് ദുർഗന്ധപൂരിതമായി മാറിയ ഒരു കിടക്ക, സൗഖ്യം കിട്ടി, ആരോഗ്യം കിട്ടി രോഗിയോട് പറയാം, മോനെ നീ എന്ത് ചെയ്യണം? നിനക്ക് സൗഖ്യം കിട്ടിയെങ്കിലും, നിനക്ക് എഴുന്നേറ്റ് നടക്കാനായെങ്കിലും നീ നിന്റെ ഈ കിടക്ക എടുക്കണം. എന്താ ഈ കിടക്ക? നോമ്പിന്റെ മനുഷ്യബന്ധങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിചാരത്തിന്റെ മേഖല അതിനകത്തുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഈ പക്ഷവാത രോഗിയെ പോലെയാണ്. ലോകത്തിൽ ഏറ്റവും ഹെൽപ്ലെസ്സായി ജനിച്ചു വീഴുന്ന ക്രീച്ചർ, ജീവി മനുഷ്യനാണ്. ഒരാട് പ്രസവിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് ആട്ടിൻകുട്ടി നടക്കുമെങ്കിൽ ഒരു മനുഷ്യ ശിശുവിനെ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ മിനിമം ഒരു വർഷമെങ്കിലും വേണം. അത് കഴിഞ്ഞിട്ടോ ഇത്രയും മാത്രം ഡിപ്പെൻഡന്റ് ആയ മറ്റേത് ജീവിയുള്ള ലോകത്ത് ഇപ്പോഴും 20 വയസ്സിലും 22 വയസ്സിലും നമ്മൾ ആരാ? യുവാക്കളൊന്നും ഇല്ല, ആരും മിണ്ടണില്ല, ഇപ്പോഴും ഡിപ്പെൻഡൻ്റാ അല്ലേ? ചോറും എന്നെ കറിയും താകുടുക്കുക എന്ന് പറഞ്ഞ് അപ്പൻ്റെ അമ്മയുടെയും മുമ്പിൽ ഇങ്ങനെ, അതാ നമ്മുടെ ഒരു സംഗതി. എൻ്റെ ചോദ്യം പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാലം കിടക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ഒരുപാട് കാലം ഈ കിടക്ക പോലെ കിടന്നു, ജനിച്ചു വീണ അന്ന് മുതൽ. അപ്പൊ എൻ്റെയും നിങ്ങളുടെയും വിയർപ്പും വിസർജ്യവും ഏറ്റുവാങ്ങിയ കിടക്കയുണ്ട്. ആരാ കിടക്ക? ഞാൻ അതാരോടാ പറയണ ഈശ്വര? ഞാനും നിങ്ങളും നിസ്സഹാരായി ലോകത്ത് ജനിച്ചു വീഴുന്ന അന്ന് മുതൽ നമ്മുടെ വിയർപ്പും വിസർജ്യം ഏറ്റുവാങ്ങിയ കിടക്ക ആരാ? ഇത് പണ്ടൊരാള് ഒരു ഇടയ്ക്ക്, നിങ്ങൾ ഈ ഗൗരവം വരുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ മിണ്ടാൻ, പണ്ടൊരാൾ ഒരു മത്സരം നടത്തി. നല്ലോണം തമാശ പറയുന്ന ആളാണ്. അയാൾ 100 തമാശ പറയും. 100 തമാശ കേട്ട് ആ ചിരിച്ചില്ലെങ്കിൽ എൻട്രി ഫീസ് $100 ഉള്ളൂ, സമ്മാനം $10,000. കുറേ പേര് പൈസയുടെ ആഗ്രഹം കൊണ്ട് പങ്കെടുത്തു. അതിമനോഹരമായി നർമ്മം പറയുന്ന ആളായതുകൊണ്ട് എല്ലാവരും ചിരിച്ചു, ഔട്ടായി. ഒരു ഓർത്തഡോക്സുകാരനും ആ മത്സരത്തിൽ പങ്കെടുത്തു. കല്ലൂപ്പാറക്കാരല്ല കേട്ടോ, വേറെ ആൾക്കാർ. അയാൾ വന്നങ്ങനെ ഇരുന്നു, മത്സരം തുടങ്ങി. ഇയാൾ നർമ്മം പറയാൻ തുടങ്ങി. 5, 10, 50, 60, 80, 90, 99 ആനക്കല്ല, ഇങ്ങനെ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചാൽ ഓർത്തഡോക്സുകാരൻ ഇരിക്കുക. എല്ലാ കാണികൾക്കും അതിശയമായി. ഇയാൾ എന്തായാലും ഈ 1ാം സമ്മാനം അടിച്ചുകൊണ്ട് പോകുന്ന ഉറപ്പിച്ചിരിക്കെ ഇയാൾ 100ാമത്തെ തമാശ പറയാൻ തുടങ്ങി. 100ാമത്തെ തമാശ പറയാൻ തുടങ്ങി പകുതി ആയപ്പോഴേക്കും ഒരൊറ്റ ചിരി. ഇയാൾ എല്ലാവർക്കും സങ്കടമായി.
ഒരാൾ ചോദിച്ചു, അല്ല സുഹൃത്തെ, ഈ 99.5 നർമ്മം കേട്ടിട്ടും ചിരിക്കാതിരും നിങ്ങൾ ഈ അവസാനം കൊണ്ടുവന്നത് ചിരിക്കാൻ എന്താ കാരണം? ഈ കേട്ട 99-നേക്കാൾ ഗംഭീരമായിരുന്ന 100-ാമത്തെ തമാശ. അപ്പം ഇയാളെ അതൊന്നും അല്ല കാര്യം. സത്യമായിട്ട് സുഹൃത്തെ, എനിക്കിപ്പോഴാണ് 1-ാമത്തെ തമാശയുടെ അർത്ഥം മനസ്സിലായത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ക്ലൂ ചോദിച്ച് നാളെയോ ഇനി അടുത്ത കൊല്ലോ കാണുമ്പോഴെങ്കിലും അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയാൻ പോകുന്ന നന്ദി പറയുന്നു. ഞാൻ ഒരുപാട് കാലം എല്ലാ മനുഷ്യശിശുവിൻ്റെയും വിയർപ്പും വിസർജ്യവും ഏറ്റുവാങ്ങിയ കിടക്കുകൾ മാതാപിതാക്കൾ എന്ന കിടക്കകളാണ്. നോമ്പിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പിതാക്കന്മാരിങ്ങനെ വാങ്ങിപ്പോയ സകല മാതാപിതാക്കളെയും വൈദികരെയും ഓർക്കാൻ 2 ഞായറാഴ്ച ഇങ്ങനെ മാറ്റിവെച്ചതിൻ്റെ കാരണം നിന്റെ ബന്ധങ്ങൾ നീ അറിഞ്ഞും അറിയാതെയും ഒക്കെ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയവരുമായിട്ടുള്ള ബന്ധങ്ങൾ നേരെയാക്കണം എന്നാണ്. ജീവിച്ചിരിക്കുന്ന അപ്പയോടും അമ്മയോടുമുള്ള ബന്ധങ്ങൾ നേരെയാക്കണമെന്നാണ്. മനസ്സിലാവുന്നുണ്ടാവോ എനിക്കറിയില്ല. ഒരു 17 വയസ്സ് വരേക്ക് നമ്മുടെ മക്കളെ നമ്മുടെ കൂട്ടത്തിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. ആ കാലത്തിനകത്ത് അപ്പനും അമ്മയും തമ്മിലുള്ള മക്കളുടെ ബന്ധങ്ങൾ നേരെയാകുന്ന നല്ല ഓർമ്മകൾ കൊടുക്കാൻ നമ്മുടെ കുടുംബത്തിന് പറ്റുന്നുണ്ടോ? ഈ കുഞ്ഞുങ്ങൾ UK-യിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ എവിടെയെങ്കിലുമൊക്കെ പോട്ടെ, പറന്നു പോകട്ടെ, വലുതാകട്ടെ, വളരട്ടെ. അങ്ങനെയൊക്കെ അവരെവിടെ പോയാലും എവിടെ നോർക്കുമ്പോഴും അപ്പ അമ്മ എന്ന 2 നല്ല ഓർമ്മകൾ കൊടുക്കാനുള്ള ഒരു ചിന്ത ഈ നോമ്പ് കാലത്തുണ്ട്. മകനെ, മകളെ, നിന്റെ അപ്പയും അമ്മയുമാകുന്ന കിടക്കകളെ നിന്റെ യൗവനത്തിൽ, നിന്റെ ആരോഗ്യത്തിൽ, നിന്റെ വളർച്ചയിൽ, നിന്റെ വലുതാകലിൽ നീ അവരെ വിസ്മരിക്കരുത്, മറക്കരുത് എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് വെച്ച് പറഞ്ഞുകൂടെ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഇന്ന് ഒരുപാട് വലിയ വീടുകളുടെ അകത്ത് മറ്റെല്ലാം ഉണ്ടായിട്ടും സമാധാനവും സന്തോഷവും ഇല്ലാതെ പോകുന്നതിന് ഒറ്റ കാരണമേ ഉണ്ടാകൂ. എവിടെയോ ഏതോ അപ്പനെയോ അമ്മയെയോ ശുശ്രൂഷിക്കാതെ, സ്നേഹിക്കാതെ, ചേർത്ത് പിടിക്കാതെ യാത്രയാക്കിയിട്ടുണ്ട്. ഇന്നലകളിൽ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് വീഴുന്നത് കൊണ്ട് മാത്രം ഇപ്പോഴും സങ്കടങ്ങളുടെ കെട്ടുകൾ അഴിക്കാൻ പറ്റാതെ നെട്ടോട്ടം ഓടുന്നുണ്ട്. നമ്മളും തിരിഞ്ഞു നോക്കിയാൽ മതി, സോറി പറഞ്ഞാൽ മതി. പള്ളിയിൽ ഇങ്ങനെ പോയിട്ടേ കുമ്പസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറയണം, അല്ലെങ്കിൽ കല്ലറയിൽ പോയി നിന്ന് പറയണം, അപ്പാ തെറ്റിപ്പോയി, ക്ഷമിക്കണമെന്ന് പറയണം. 4-ാമത്തെ ആഴ്ചയിലെ വേദവായന ഭാഗത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് എന്താണ്? ഒരമ്മയുടെ കണ്ണുനീര് അല്ലേ? എന്താ? ഏകദേശം ചില വേദ പണ്ഡിതന്മാർ പറയുന്നത് കൗമാരപ്രായക്കാരിയായ ഒരു പെൺകുട്ടിയുടെ അമ്മ ആയിരുന്നു കനാന്യ സ്ത്രീ എന്ന. ഒരു മകളുടെ സൗഖ്യത്തിന് വേണ്ടി, രോഗം എന്താണ്? എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കും. എന്താ ഈ ഭൂതം എന്ന് പറഞ്ഞ എന്താ? ഇതൊക്കെ വലിയ പ്രശ്നമാണ്. പിശാച്, ഭൂതം, ഈവിൾ എന്നൊക്കെ പറയുന്ന, ആകൽ കറുസ എന്നൊക്കെ പറയുന്ന സംഗതി എന്നാ? പുതിയ ഭാഷയിൽ പറഞ്ഞ ഞാൻ പറയും, ഈ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായി നമ്മ തിരിച്ചറിഞ്ഞു. നമ്മുടെ മക്കൾക്ക് ഭൂതമുണ്ടോ? ഭൂതബാധയുണ്ടോ? കല്ലുപ്പാറയിലെ കുട്ടികൾക്ക് ഉണ്ടോ? ഇല്ല, ഉറപ്പാണ്. ഞാനൊന്ന് വിശദീകരിക്കാം, അപ്പോഴും അഭിപ്രായം മാറ്റരുത് കേട്ടോ. ആദ്യമായി ഈ ഭൂതമെന്ന് പറയുന്ന, പിശാച് എന്ന് പറയുന്ന ആൾ ആദ്യം വന്ന സ്ഥലം എവിടെയാ? ദൈവമേ, കല്ലൂപ്പാറ, കൺവെൻഷൻ, പാരമ്പര്യം, ചരിത്രം, എവിടെയാ ആദ്യം വന്നേ? ആദ്യം ഏദൻ തോട്ടത്തിലല്ലേ മക്കളെ? എന്തിന്റെ രൂപത്തില്? പാമ്പിന്റെ രൂപത്തില്. അപ്പൊ ഏദൻ തോട്ടത്തിൽ പാമ്പിന്റെ രൂപത്തിൽ ആദ്യമായി രംഗപ്രവേശനം ചെയ്ത ഇയാൾ ചെയ്ത പണി എന്താ? 3 കാര്യം ചെയ്തത്. ആ കാര്യം ഇപ്പൊ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ ഭൂതം നമുക്കുണ്ടോന്ന് മനസ്സിലാവും. പാമ്പ് ആദ്യം ചെയ്ത പണി എന്താ? തമ്പുരാനി ആദമിനെ ഹവ്വയൊക്കെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിനൊരു വാതിലൊക്കെ ഉണ്ടാക്കി വെച്ചു അല്ലേ? എന്തിനാ വാതിലും ജനലൊക്കെ നമ്മൾ വീടിനുണ്ടാക്കിയേക്കണേ? ആരും വരാതിരിക്കാനല്ല എൻ്റെ പൊന്നു മക്കളെ. പിന്നെ എന്തിനാ? അത് ഇവർക്കെല്ലാം സമ്മാനം ഉണ്ട് കേട്ടോ. ഈ നമ്മൾ വാതിലുണ്ടാക്കിക്കണം എന്തിനാണെന്നറിയാമോ? പ്രവേശിക്കേണ്ടത് മാത്രം പ്രവേശിപ്പിക്കാനും, പ്രവേശിക്കാൻ പാടില്ലാത്തത് വന്നാൽ അതിനെ പുറത്തു നിർത്താനാണ് എന്തിന്? വാതിൽ. ഞാനും മിക്കവാറും ഒക്കെ വീട്ടിലുള്ള ദിവസം ഞാനാണ് ഈ ഗേറ്റ് പൂട്ടാൻ പോവുക. അതൊരു ആണുങ്ങളുടെ പണിയായിട്ടാണ് അവിടെ എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ഞാനിതിങ്ങനെ ഗേറ്റ് പൂട്ടുമ്പോൾ എനിക്ക് ചിരി വരും. ഇതിങ്ങനെ ഇടയ്ക്ക് പ്രസംഗിക്കുന്നുണ്ടോ ചിരി വരുന്നത്? കാരണം എന്താ? പ്രവേശിക്കാൻ പാടില്ലാത്തത് മുഴുവൻ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീടിൻ്റെ ഗേറ്റ് പൂട്ടുക.
ഗതികേടെന്താ? ഒരു കാരണവശാലും പ്രവേശിക്കാൻ പാടില്ലാത്ത സകലം എവിടെയുണ്ട്? എൻ്റെ വീടിൻ്റെ അകത്തുണ്ട്. സകല സംഗതി അതിനകത്തുണ്ടായിട്ടാണ് ഞാൻ പോയി പൂട്ടുന്നത്. നോക്കി ആലോചിക്കുക, എന്ത് വിഡ്ഢിത്തരാന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ 2000 വർഷങ്ങൾക്കപ്പുറത്ത് ദൈവം സൃഷ്ടിച്ച വാതില് ആര് തകർത്തകത്ത് കയറി? നമ്മുടെയും വീടിന്റെ വാതിലും ജനലും സകലവും തകർത്ത് ചില ഭൂതങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട്. പിടി കിട്ടി വന്ന് എന്തൊക്കെയാ ഭൂതം അകത്തുള്ളതെന്നുള്ളത്. ഓക്കെ, ഇനി അകത്ത് വേണമെന്നില്ല, പോക്കറ്റിൽ ഒരു സാധനമുണ്ട്, ഞാൻ പിന്നെ പറയാം. രണ്ടാമത് ഈ ഭൂതം ചെയ്ത പണി എന്താ? ദൈവത്തിന് ആദമിനെയും ഹവ്വയെയും കുറിച്ചൊരു ചിന്തയുണ്ടായിരുന്നു. എന്താ? ആദ്യം മാമോദിസ, പിന്നെ കല്യാണം. പുള്ളി ആ പ്രയോറിറ്റി ഇങ്ങ് അട്ടിമറിച്ചു. പുള്ളി കയറിയിട്ട് എന്ത് ചെയ്തു? ആദ്യം കല്യാണം, പിന്നെ അതുകൊണ്ട് ആദിയിൽ ആദം രുചി നോക്കാത്ത ഫലം സാമോദം നിൻ വായിൽ വെക്കുന്നു എന്നൊക്കെ ആദ്യമായി കുർബാന അനുഭവിക്ക് പാടേണ്ട കാര്യം അതാണ്. പ്രയോറിറ്റി അട്ടിമറിച്ചോളും, മുൻഗണനാക്രമത്തെ അട്ടിമറിച്ചു. നമ്മുടെയും ഭൂതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താ? മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ എല്ലാ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഭൂതം അട്ടിമറിക്കുകയാണ്. 17, 16, 15 വയസ്സിൽ മക്കളുടെ പഠനമായിരിക്കണം ഒന്നാമത്തേതും പരവുമായ കടമ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ അവളും അവനും പ്രണയത്തിൽ പോവുക. പിടികിട്ടി വരുന്നുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ഭൂതബാധ ആർക്കുണ്ട്? നമുക്കെല്ലാവർക്കുണ്ട്. ആധുനിക ഇലക്ട്രോണിക് മീഡിയ ആകുന്ന ഭൂതത്തിൽ നിന്ന് നമ്മൾ ആരും വിമോചിതരല്ല. അതുകൊണ്ട് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ വേദവായന ഭാഗത്തിന് 2024, 25, 26, 30 എന്തുണ്ട്? എൻ്റെ മകൾക്ക് അതികഠിനമായ ഭൂതബാധയുണ്ട് കർത്താവേ എന്ന് കനാന്യ സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ കോവിഡാനന്തര കാലത്ത് മക്കൾ ചെന്നുപെട്ടിരിക്കുന്ന എല്ലാ ഭൂതബാധയിൽ നിന്നും അതിൻ്റെ കൂടെ അവൾക്ക് അന്ന് അത്രയും ഭൂതബാധ ഉണ്ടായിരുന്നില്ല. ആർക്ക്? അമ്മയ്ക്ക്. ഇപ്പോഴോ അതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂട്ടിച്ചേർക്കണം, എൻ്റെ മകൾക്കും ഭൂതബാധയാണ് കർത്താവേ, അതേപോലെ എനിക്കും ഭൂതബാധയുണ്ട്. ഇത് വേണ്ടെന്നല്ല, മൊബൈലും എന്താ പറയുക പുതിയ കമ്പ്യൂട്ടർ ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒന്നാമത്തെ കാര്യം ഇത് വേണ്ടെന്നല്ല, നിയന്ത്രണത്തിന്റെ റിമോട്ട് ആരുടെ കയ്യിലാന്നുള്ളതാണ്. എത്രത്തോളം ആകാം, എവിടം വരെയാകാം, എങ്ങനെയാകാം എന്നുള്ളതാണ്. മൊബൈൽ അഡിക്റ്റായ ഒരു 50-ലധികം കുട്ടികളെ കഴിഞ്ഞ ഒരു 1.5 വർഷം അകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കൈകളിങ്ങനെ വിറയ്ക്കുന്ന പിള്ളേരെ, മുഖത്ത് നോക്കാൻ അറിയാത്ത പിള്ളേരെ, വീട്ടിൽ അതിഥി വന്നാൽ അവനിരുന്ന് പഠിക്കാന്ന് പറയുന്ന അപ്പനെ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റ് അറിയാത്ത മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റാത്ത മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങോട്ടാ പോകുന്നത് നമ്മൾ? വീടിന്റെ അകത്തുള്ള റിമോട്ട് കൺട്രോൾ ഒരപ്പന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് വഴുതി പോകുന്നു എന്നുള്ളതാണ് പുതിയ ലോകത്തിന്റെ സങ്കടം. നമ്മുടെ കുടുംബ ജീവിതത്തിന് കഴിഞ്ഞ ഒരു 15 വർഷത്തിന്റെ ഇടയിലുണ്ട ഏറ്റവും വലിയ മാറ്റം, പണ്ടൊരു വീടിന്റെ അകത്ത് ആഹാരം പാചകം ചെയ്തിരുന്ന ആരുടെ രുചികൾക്കനുസരിച്ച് ആയിട്ടായിരുന്നു? അപ്പനും ഇഷ്ടമുള്ളത് ഉണ്ടാക്കുക അല്ലേ? ഗൃഹനാഥന്റെ രുചി അനുസരിച്ച് അടുക്കളയിലെ പാചകം. ഇപ്പോഴോ മിണ്ടണില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആരാ തീരുമാനിക്കണേ? മിണ്ടല്ലേ, പറ മക്കളാ. നല്ലതാണോ മോശമാണോ? എന്നോടൊരു 8 വയസ്സുകാരിയെ മുമ്പിൽ നിർത്തിക്കൊണ്ടൊരു മമ്മി പറഞ്ഞു, സാർ രാവിലത്തെ തിരക്കറിയാലോ, 2 പിള്ളേര്, ഹസ്ബൻഡിന്റെ തിരക്ക്, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയെങ്കിലും 2 ദോശ ഉണ്ടാക്കി കൊടുക്കും. അവൾ പറഞ്ഞു ദോശ വേണ്ട, പിന്നെ ഞാൻ അവൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കും. ഞാൻ പറയും തലക്കടിക്കണം. ആരുടെ? പിള്ളേരുടെ അല്ലടാ, അമ്മയുടെ. കാര്യം ആ വീട്ടിലുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് കഴിക്കണ്ടേ? പണ്ടൊരു വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തു, തകർന്നുപോയി. ഒറ്റ യാത്രക്കാർ, എല്ലാ യാത്രക്കാരും മരിച്ചുപോയി. കഥയാണ്. അപ്പൊ ആ എന്ത് അപകട കാരണം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് കുറെ പത്രലേഖകർ വിമാനത്താവളത്തിൽ പോയി. നമുക്ക് ഒറ്റ ആരോടെ ചോദിക്കുക? അപകട കാരണം അറിയണ്ടേ? ജീവികൾ ആരുമില്ല, പക്ഷെ ഒരു കുരങ്ങ് അതിൻ്റെ അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചു നമ്മുടെ കുരങ്ങിനോട് ചോദിക്കാം. പാങ്ക്യ ഭാഷയിൽ ഇതെങ്ങനെയൊക്കെയാ സംഭവിച്ചതെന്ന് ആര് ചോദിച്ചു? ഈ ജേർണലിസ്റ്റ് കുരങ്ങിനോട് ചോദിച്ചു. അപ്പൊ കുരങ്ങ് ആംഗ്യ ഭാഷയിൽ തിരിച്ച് മറുപടി പറഞ്ഞു. ആദ്യത്തെ ചോദ്യം ഇവർ ചോദിച്ചത്, ഈ വിമാനത്തിന്റെ അകത്ത് താൻ ഉണ്ടായിരുന്നോ? കുരങ്ങ് പറഞ്ഞു, ഞാനും യാത്ര ചെയ്തിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഈ വിമാനം ഓടിച്ചത്, ഡ്രൈവ് ചെയ്തത് ആരായിരുന്നു? ഞാനായിരുന്നു. അപ്പോൾ മൂന്നാ ചോദിച്ചപ്പോൾ യാത്രക്കാർ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ കുരങ്ങ് പറഞ്ഞു, എല്ലാവരും
ഉറങ്ങും. വല്ലതും പിടികിട്ടിയോ? എന്ത് പിടികിട്ടി? കുടുംബത്തിൻ്റെ നിയന്ത്രണമൊക്കെ ചില കുരങ്ങെന്ന് ഞാൻ പറയണില്ല, അതിനേക്കാൾ താഴെയുള്ളവർ ഏറ്റെടുത്തുള്ള അപകടം ഇതാണ്. മക്കളോട് സ്നേഹമാകാം, ചേർത്ത് പിടിക്കണം. ഞാൻ അങ്ങനെ തന്നെ പറയുന്നയാളാ. മോന് പനി വന്നു പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഉറക്കമുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ അകത്തെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഭൂതവാദിയുമായി ബന്ധപ്പെട്ടും ഭക്ഷണവുമായി ബന്ധപ്പെട്ടും സകല കാര്യങ്ങളും ഒരു പരിധിവരെയെങ്കിലും തീരുമാനത്തിൻ്റെ റിമോട്ട് ആരെടുത്ത് വേണം? ദൈവമിണ്ടണില്ല. നമ്മുടെ ഈ മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ ഭൂതബാധിതരാണോ എന്നൊരിക്കൽ കൂടി ഓർപ്പിക്കാൻ ഈ വേദവായന ഭാഗം. 5-ാമത്തെ ആഴ്ചയിൽ എന്താണ്? കൂനിയായ സ്ത്രീ. എന്താ അതിൻ്റെ അർത്ഥം? നിവർന്നു നിൽക്കാൻ പറ്റ ഒരാൾക്ക് കൂന് വന്നാൽ എന്താ പ്രശ്നം? നിവരാൻ പറ്റില്ല, അതെനിക്കറിയാം. നിവരാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നം എന്താ? ഇന്ന് വെച്ചാൽ എന്താ? ഒരു വ്യക്തിക്ക് കൂന് വന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ കാഴ്ചപ്പാട് ഹ്രസ്വമാവും, അല്ലേ? ഈ താവട്ടത്തിലെ കാര്യം കാണാൻ പറ്റുമോ? അല്ലേ? കൂന് നിവർന്നാലോ? അപ്പോ നമുക്ക് കൂനുണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്താ കൂന്? സാധാരണഗതിയിൽ നമ്മുടെ നോമ്പ് നോക്കുന്ന സാധാരണ വിശ്വാസിയുടെ മാനസികാവസ്ഥ എന്താണ്? വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും അച്ചായനും എൻ്റെ മക്കളും, തീർന്നു. താവട്ടത്തിലാണ്. അപ്പൊ നോമ്പിന് കൃത്യമായ ആമുഖത്തിൽ അച്ഛൻ പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. ഇന്ന് 4 പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ടാ വന്നതെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് വളരെ ആകർഷകമായി തോന്നിയ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ആൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള തീരുമാനം, പഠിക്കാൻ മറ്റൊരു കുട്ടിയെ സഹായിക്കാനുള്ള മനസ്ഥിതി. സത്യത്തിൽ ഞാൻ പറഞ്ഞ 2ാമത്തെ റിലേഷൻ എവിടെയാണ്? എന്താണ്? അപരനോടുള്ള ബന്ധം. എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ നമ്മുടെ അടുത്ത് ജീവിക്കുന്ന സഹജീവിയുടെ സങ്കടങ്ങളോട്, പ്രശ്നങ്ങളോട്, പ്രയാസങ്ങൾ തിരിച്ചറിയണമെങ്കിൽ കൂന് നിവരണം. കൂന് നിവർന്നാലേ വീക്ഷണം ദീർഘമാകൂ. നോമ്പിലുടനീളം നമ്മളെ ഉപവസിക്കുമ്പോൾ, മാറ്റിവെക്കുമ്പോൾ, അത് സാമ്പത്തികവും ശാരീരികവും എല്ലാമായി. സുവിശേഷം എന്ന് പറയുന്നത് സമ്പത്ത് കൊടുക്കൽ മാത്രമല്ല. ഒരു വാക്ക് സുവിശേഷമാകും, ഒരു പുഞ്ചിരി സുവിശേഷമാകും, ഒരു പ്രാർത്ഥന സുവിശേഷമാകും, ഒരു ചേർത്ത് പിടിക്കൽ സുവിശേഷമാകും. എനിക്കും നിങ്ങളും ദൈവം നൽകിയ സമ്പത്താകാം, ആരോഗ്യമാകാം, സ്വാധീനമാകാം, എന്തുമാകട്ടെ, അത് മറ്റുള്ള ഒരു വ്യക്തിയുടെ ആശ്വാസത്തിന് കൂടി വേണ്ടി വിനിയോഗിക്കുമ്പോഴാണ് നോമ്പ് അർത്ഥവത്താകുന്നത്. അപ്പോഴാണ് ബന്ധങ്ങൾ മനോഹരമാകുന്നത്. അപ്പോഴാണ് കൂന് നിവരുന്നത്. ഹോസ്പിറ്റൽ വിൻഡോ എന്ന് പറയുന്ന അതിമനോഹരമായൊരു ചെറിയ കഥയുണ്ട്. അതിങ്ങനെയാണ്: ഒരു ആശുപത്രിയിലെ ഒരു മുറിയിൽ നിവർന്നു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ബെഡ് റിഡനായ 2 രോഗികൾ. അതിൽ ഒരാളുടെ കിടത്തിയിരിക്കുന്ന ജനലിൻ്റെ അടുത്താണ്, മറ്റേയാൾ അല്പം മാറിയും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ 2 പേരും ഒരേപോലെ കിടപ്പ് രോഗികളാണ്. അപ്പോൾ ജനലിൻ്റെ അടുത്ത് കിടക്കുന്ന ആളോട് മറ്റേയാൾക്ക് ഒരു അസൂയ തോന്നി. എന്താ കാരണം? അയാൾക്ക് ജനലിൻ്റെ അടുത്ത് കിടന്നുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമല്ലോ, മറ്റേക്ക് അതിനും നിർവാഹമില്ല. അപ്പോൾ 2ാമത്തെ ആൾ പറഞ്ഞു, സഹോദര, നീ ഒരു ഉപകാരം ചെയ്യണം എനിക്ക്. നമ്മൾ 2 പേരും ഒരുപോലെ ആണ് കിടക്കുന്നതെങ്കിലും താങ്കൾക്ക് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ചില നല്ല കാഴ്ചകൾ കാണാമല്ലോ, അതൊക്കെ ഒന്ന് എനിക്ക് ഉറക്കെ പറഞ്ഞു തരണം. അപ്പം പിറ്റേ ദിവസം മുതൽ ഇയാൾ പുറത്തെ ആകാശത്തെക്കുറിച്ച്, ഓടിക്കളിക്കുന്ന കുട്ടികളെക്കുറിച്ച്, നിരത്തിലൂടെ നീങ്ങുന്ന വാഹനങ്ങളെക്കുറിച്ച്, പാറിപ്പറക്കുന്ന പക്ഷികളെക്കുറിച്ച്, താനിങ്ങനെ ജനലിനപ്പുറത്തൂടെ നോക്കുമ്പോൾ കാണുന്ന വർണ്ണമായ സുന്ദരമായ കാഴ്ചകളെക്കുറിച്ചൊക്കെ അപ്പുറത്ത് കിടന്ന സഹരോഗിയോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ജീവിക്കാനുള്ളൊരു തൃഷ്ണ കിട്ടി, ഒരു ആവേശം കിട്ടി. ഈ തങ്ങളിങ്ങനെ കിടക്കുന്ന കിടപ്പിനും അപ്പുറത്തുള്ള നല്ല കാഴ്ചകളെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് ഇദ്ദേഹത്തെ വളർത്തുകയായിരുന്നു. നിർഭാഗ്യവശാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജനലിൻ്റെ അടുത്ത് കിടന്ന രോഗി മരിച്ചുപോയി. അപ്പോൾ ഇയാൾ നേഴ്സിനോട് റിക്വസ്റ്റ് വെച്ചു, പ്ലീസ് സിസ്റ്റർ, എന്നെ അങ്ങോട്ട് മാറ്റി കിടത്തണം, എനിക്കും ഈ പുറത്തേക്ക് നോക്കി ചില കാഴ്ചകൾ കാണാമല്ലോ. അതിനെന്താ സാർ? അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി കിടത്തി. അങ്ങനെ പുറത്തെ കാഴ്ചകൾ കാണാമെന്നുള്ള അപാര സന്തോഷത്തോടു കൂടി ഈ മനുഷ്യൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഒന്നുമില്ല, മറ്റൊരു വലിയ ബിൽഡിംഗ് മാത്രമേ അവിടെയുള്ളൂ. ആ ജനലിലൂടെ നോക്കിയാൽ ഒന്നും കാണില്ല. ഒന്നും കാണാനുള്ളൊരു സാധ്യതയും ഇല്ലാതിരുന്നിട്ടും കാണാത്ത കാഴ്ചയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തൊരു രോഗിയെ പിടിച്ചു നിർത്തിയതിൻ്റെ പേരാ സുവിശേഷം. വല്ലതും മനസ്സിലായോ? ആവട്ടെ, മനസ്സിലായി അടുത്ത കൊല്ലം വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം.
ഇതാ സുവിശേഷം. എൻ്റെയും നിങ്ങളുടെയും തുറന്നിട്ട ജനലപ്പുറത്തൂടെ നോക്കുമ്പോൾ കാണുന്ന ചില കാഴ്ചകൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നില്ലെങ്കിൽ, ആ കാഴ്ചകളെ സഹായിക്കാനുള്ള മനസ്സ് തോന്നില്ലെങ്കിൽ, അനുഷ്ഠാനങ്ങൾ കൊണ്ട് അർത്ഥമുണ്ടാകുമെന്ന് ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 6-ാമത്തെ ആഴ്ചയിലെ വേദവായന ഭാഗമാണ് അവസാനത്തെ ആശയമെന്ന ആശ്വാസം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാളെ വായിച്ച് കേൾക്കാൻ പോകുന്ന വേദവായന ഭാഗമാണ്. എന്താ അത്? കുരുടന് സൗഖ്യം. നമുക്ക് വലിയ സന്തോഷം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് കുരുടന് സൗഖ്യം കൊടുത്തല്ലേ വീട്ടിൽ പോവുക. എന്താ ഈ അന്ധത? കാണാൻ പറ്റാത്ത അവസ്ഥയല്ലേ? ആണോ? അല്ല. കാണാൻ പറ്റാതെ കാഴ്ചയെ അന്ധതയുമായി മാത്രം ബന്ധപ്പെടുത്തിയല്ല വ്യാഖ്യാനിക്കേണ്ടത്. കാണാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ എന്താണ്? കാണേണ്ടതുപോലെ കാണാനുള്ള കഴിവില്ലാത്ത എല്ലാവരും അന്ധരാണ്. കണ്ണട വെച്ചിട്ട് ഒരു കാര്യമില്ല. എന്തേ കാണാനുള്ള കഴിവ്? എൻ്റെ മകൻ്റെ, മകളുടെ, ഭാര്യയുടെ, അമ്മയുടെ, അടുത്തുള്ളവൻ്റെ, സങ്കടപ്പെടുന്നവൻ്റെ കണ്ണിലെ കണ്ണുനീര് കാണാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ അന്ധനാണ്. അവൻ്റെ ആകാംക്ഷ തിരിച്ചറിയാൻ പറ്റുന്നില്ല, അന്ധതയുണ്ട് എനിക്ക്. അങ്ങനെയെങ്കിൽ നോമ്പ് പറയും, മകനെ, മകളെ, നീ ഏറ്റവും അടുത്ത് ചേർത്ത് പിടിക്കുന്ന വ്യക്തികളുടെ അകത്തുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും ആശങ്കകളും ആകാംക്ഷകളും കാണാനുള്ള കണ്ണ് തുറക്കണേന്നാ പ്രാർത്ഥിക്കേണ്ടത്. ഇത് കാണാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം ഞാൻ തുടക്കത്തിൽ 3 ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിൽ ആദ്യ ബന്ധം ഇൻട്രാപേഴ്സണൽ എന്ന് പറയും. എനിക്കെൻ്റെ അടുത്തുള്ളവൻ്റെ സങ്കടം കാണാൻ പറ്റാതെ പോകുന്ന എനിക്ക് എന്നെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് വളരെ പ്രധാനമാണ്. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ കഥയിൽ തുടങ്ങി കഥയിൽ അവസാനിപ്പിക്കാം. ഇത് അന്ധനായ ഒരു മനുഷ്യനൊരു തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഈ വഴിവിളക്ക് വിൽക്കുന്ന വിളക്ക് കച്ചവടക്കാരൻ പറഞ്ഞു, സഹോദര, ഞാൻ തനിക്കൊരു വിളക്ക് സൗജന്യമായി തരാം. സന്ധിയിലൊക്കെ നടക്കുമ്പോൾ തനിക്കത് സഹായകരമായിരിക്കുമല്ലോ. അപ്പം അന്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര, കണ്ണ് കാണാത്ത എനിക്ക് വിളക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, താൻ ഈ വിളക്ക് പിടിച്ചിങ്ങനെ പോകുമ്പോൾ ഈ വെളിച്ചം കാഴ്ചയുള്ളവർക്ക് കാണാലോ, അപ്പോൾ അവർ തന്നെ തട്ടാതിരിക്കുമല്ലോ. അത് നല്ല ഐഡിയ ആയിട്ട് അന്ധന് തോന്നി. അന്ധത ബാധിച്ച് ഈ പാവം മനുഷ്യൻ വിളക്ക് കച്ചവടക്കാരൻ കൊടുത്ത വിളക്കുമായി കൂടുതൽ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടു കൂടി തെരുവിലൂടെ പതിവ് പോലെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു മനുഷ്യൻ വന്ന് ഈ അന്ധന്റെ ദേഹത്ത് തട്ടി. അപ്പൊ അന്ധൻ ക്ഷുഭിതനായി. അയാൾ പറഞ്ഞു, എനിക്കോ കണ്ണ് കണ്ടുകൂടാ. തനിക്ക് കണ്ണ് കണ്ടുകൂടോ? തനിക്കെങ്കിലും കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വിളക്ക് കൊളുത്തി വെച്ച് വിളക്ക് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ദേഹത്ത് കെട്ടിയ മനുഷ്യൻ പറഞ്ഞു, ക്ഷമിക്കണം സഹോദര, താങ്കളുടെ വിളക്ക് കെട്ടുപോയി. കാറ്റടിച്ച് താനിങ്ങനെ കയ്യിലേന്തിയ വിളക്ക് കെട്ടുപോയത് ആരറിഞ്ഞില്ല? അന്ധൻ അറിഞ്ഞില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മുടെയൊക്കെ ചില വിളക്കുകൾ കെട്ടുപോയി. മാമോദീസയിൽ ഇങ്ങനെ തിരുനാളം എന്താ പറയുക പകർന്ന് നൽകിയ നന്മയുടെ, സുവിശേഷത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, താഴ്മയുടെ, മാപ്പ് പറയലിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ ചില നന്മയുടെ ദീപങ്ങളൊക്കെ നമ്മുടെ തിരക്കാർ ജീവിതത്തിൽ ജോലിയുടെയും മറ്റു പലതിൻ്റെയും തിരക്കിൽ കെട്ടുപോയി. ഈ കെട്ടുപോയ വിളക്ക് കൊളുത്തിയാൽ ആദ്യം എവിടെ കാണും? നമ്മളെ കാണും. നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അപരനെ കാണാൻ പറ്റും. ഞാൻ എന്നെ കാണുകയും എൻ്റെ കാഴ്ചപ്പാടിലൂടെ അപരനെ കാണുകയും കാണുമ്പോൾ ഞാൻ ദൈവത്തെ കാണില്ല. അത്തരത്തിൽ നോമ്പിൻ്റെ വലിയ വിചാരം ഈ 3 തരത്തിലുള്ള മനുഷ്യബന്ധങ്ങളെയും കുറെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ചിന്തയാണെന്ന എളിയ വിചാരം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.